ദൈവസ്തോത്രം. വേണ്ടി വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രതീക്ഷയോടെ വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും സർവ്വകൃപാലുവായ ദൈവം നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി ആ നല്ല കർത്താവിനെ നമുക്കൊരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഒരുമിച്ച് ആ നല്ല കർത്താവിനെ സഭ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. ഈ വിധത്തിൽ ഈ നല്ല പ്രഭാതത്തിൽ ഒരവസരം തന്ന നല്ല കർത്താവിനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രതീക്ഷയോടും പ്രത്യാശയോടും കർത്താവിൻ്റെ പ്രതിവർത്തിക്കായി നോക്കി കാത്തിരിക്കുന്ന ഭക്തലക്ഷങ്ങൾക്കൊപ്പമായിരിക്കുവാൻ നമുക്കൊരുക്കപ്പെട്ട നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നല്ല കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാട്ടെ. ഈ കഴിഞ്ഞൊരാഴ്ച കാലം മുഴുവൻ നമ്മെ നടത്തുകയും പരിപാലിക്കുകയും കൺമണി പോലെ കാക്കുകയും ചെയ്ത നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രതിസന്ധികൾ വരാത്തത് കൊണ്ടല്ല, പ്രതികൂലങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തിലൂടെ ജീവിതയാത്രകളിലൂടെ നമ്മൾ കടന്നു വരാത്തത് കൊണ്ടല്ല, ദൈവം കൂടിരുന്നത് കൊണ്ട് നാം നിൽക്കുന്നു എന്ന് തിരിച്ചറിയുന്നവർ, നാം നിൽക്കുന്നതല്ല നമ്മെ ദൈവം നിർത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവർ ഒരുമിച്ച് ആ നല്ല കർത്താവിനെ കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഏത് സ്ഥാനത്ത് ഏത് അവസ്ഥയിൽ നിങ്ങളായിരുന്നാലും അധരങ്ങളെ തുറന്ന് സ്തുതിക്കുവാൻ കഴിയുന്നവർ ഇന്ന് പകലും അധരങ്ങളെ തുറന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങളെ തട്ടി സ്തുതിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളവർ പരിസരം നോക്കാതെ, ചുറ്റുപാടുകളെ നോക്കാതെ സ്തുതിക്കുവാൻ തുടങ്ങി. സ്തുതിക്കുന്ന നിന്റെ സാഹചര്യം നോക്കാതെ, അവസ്ഥ നോക്കാതെ ദൈവം പ്രവർത്തിക്കും. ചുറ്റുപാടുകളെ നോക്കാതെ, ഒപ്പമുള്ളവരെ നോക്കാതെ സ്തുതിക്കുന്ന നിന്നെ, അതേ സ്തുതിക്കുന്ന സഭയെ, സ്തുതിക്കുന്ന പ്രൈസർ കുടുംബാംഗങ്ങളെ, സാഹചര്യം നോക്കാതെ, നിങ്ങളുടെ അവസ്ഥ നോക്കാതെ, നിങ്ങളുടെ ഇന്നലകൾ നോക്കാതെ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. അതെ, നിങ്ങളായിരിക്കുന്ന അതേ സ്ഥാനത്ത് സ്തുതി ഉയരുന്നേരിടത്ത് സ്വർഗം തുറക്കുവാൻ പോകും. ഓ രാധാരാശിയാകാരൻ അവർത്തിക്കുലുക്കി കവിയുന്നൊരളവിന്റെ വർധനവ് അളന്ന് തരുവാൻ തക്കവേണം. നിന്റെ ഇല്ലായ്മകൾക്ക്, നിന്റെ ശൂന്യതകൾക്ക് അറുതി വരുവാൻ തക്കവേണം സ്തുതിക്കുന്ന നീ പ്രാപിക്കുവാൻ പോകുക. മടികൂടാതെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. സ്വർഗം പ്രസാദിക്കും വിധത്തിൽ അപ്പന്റെ മക്കൾ അപ്പനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. നടത്തുന്ന പരിപാലിക്കുന്ന നല്ല കർത്താവിനെ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ, സകല സ്തുതിക്കും സകല പുകഴ്ചയ്ക്കും സകല മാനത്തിനും സകല ബഹുമാനത്തിനും യോഗ്യനായ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഈ നല്ല സമയം അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്തുതിക്കുവാൻ ലഭിക്കുന്ന സമയങ്ങൾ പാഴാക്കി കളയരുത്. ആമേൻ, സ്തോത്രം. ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരും, ദുർഘടമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്തുതിക്കുവാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ സ്തുതിക്കുവാനൊന്നും കാണത്തില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് സ്തുതിക്കുവാൻ കാരണമുണ്ട്. ആമേൻ, സ്തോത്രം. ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. സർവശക്തനായവൻ നമ്മോട് ദയ കാണിച്ചിരിക്കുന്നു. ദൈവം നമ്മോട് കരുണ കാണിച്ചിരിക്കുന്നു. നമ്മുടെ ഇന്നലകളിലേക്ക് നോക്കി നമ്മോട് പ്രതികാരം ചെയ്യാതെ നമ്മെ മാറ്റി നിർത്തുന്ന, നമ്മെ കുറ്റം വിധിച്ച് മാറ്റി നിർത്തുന്ന ലോകത്തിന് മധ്യത്തിൽ ദൈവം നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. എങ്ങനെ നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ലൈവിൽ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്നവർ, ഹോളിനകത്ത് പ്രാർത്ഥിച്ചായിരിക്കുന്നവർ, നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുമിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നല്ല കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പാട്ടുകാർ പാടി നിർത്തിയതുപോലെ ആമേൻ, യേശു വലിയവനാണ്. ആമേൻ, നമ്മുടെ യേശു അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. നമ്മുടെ യേശു ഏറ്റവും അസാധ്യമായ കാര്യങ്ങളെ നമുക്ക് വേണ്ടി സാധ്യമാക്കി തരുന്നവനാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നു. അത്ഭുതത്തിൽ കുറഞ്ഞതൊന്നും ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, അത്ഭുതത്തിൽ കുറഞ്ഞതൊന്നും ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഉപവസിക്കുന്നത് വെറുതെയല്ല, പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല. നിങ്ങൾ വലിയത് പ്രതീക്ഷിക്കുമെങ്കിൽ വലിയത് ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവം നിങ്ങൾക്കൊപ്പം ഉണ്ട്. ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ ദിവസം അവിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി. ഒരു പ്രിയ സഹോദരി ഏകദേശം 6 മാസത്തിലധികമായി പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. ഒരു
ഹൈന്ദവ മാർഗത്തിൽ അവൻ ജീവിക്കുന്ന കുടുംബത്തിനകത്ത് ജനിച്ച് വളർത്തപ്പെട്ട് അവിധത്തിലൊരു ഫാമിലി ലൈഫിലേക്ക് പ്രവേശിച്ച സഹോദരി 2 വർഷങ്ങളായി തീരാത്ത കണ്ണുനീരും തീരാത്ത ദുരിതവും ദുഃഖവും അനുഭവിച്ചായിരിക്കുമ്പോൾ ഒരു ദിവസം ആമേൻ ആ സഹോദരി ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ പ്രഭാതമൻ എന്ന നമ്മുടെ ഒരു പോസ്റ്റ് കണ്ടു. ആമേൻ അത് വായിച്ചു നോക്കിയപ്പോൾ ആ സഹോദരിയോട് ആമേൻ സ്തോത്രം ദൈവം സംസാരിക്കുവാനിടയായി. ആ സഹോദരി പറഞ്ഞ കാര്യമാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് അന്ന് മുതൽ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. ആമേൻ ആ സഹോദരി കരയുവാനും നിരാശപ്പെടുവാനും വേദനിക്കുവാനും ഇടയായ കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഭർത്താവ് തന്നെ വേണ്ട, ഇനി എനിക്ക് നിനക്കൊപ്പം സ്തോത്രം ജീവിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവളെ ഒറ്റയ്ക്കാക്കി മാറിപ്പോയി. സ്തോത്രം ആ വേദനയിൽ, ആ ദുഃഖത്തിൽ, ആ വിഷമത്തിൽ ആ സഹോദരി ആയിരിക്കുന്നു. ആമേൻ തൻ്റെ വീട്ടുകാർ, തൻ്റെ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ അവർക്കാർക്കും തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ആ സഹോദരിയുടെ ഏറ്റവും വലിയ വേദന അതായിരുന്നു. ദേവദാസനെ എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭവനത്തിനകത്ത് നിൽക്കുന്നത് അതികഠിനമായ വേദന സമ്മാനിക്കുവാനിടയായി. ഒരു ചെറിയ ജോലി കണ്ടെത്തി കോഴിക്കോട് എന്ന് പറയുന്ന നഗരത്തിലേക്ക് ആ സഹോദരി കടന്നു വരികയും അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിച്ച് ആയിരിക്കുകയും ഒപ്പം പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആമേൻ ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ ദിവസം ആ സഹോദരിയും പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമുക്കൊപ്പം ചേർന്നായിരുന്ന 14ാമത്തെ ദിവസം. ആമേൻ ആ സഹോദരി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉപവസിക്കുന്നത്. ആ സഹോദരി അതിനു മുമ്പ് പട്ടിണി കിടന്നിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആഹാരം മാറ്റിവെച്ച് 14 ദിവസം ജോലിക്ക് പോകുമ്പോഴും ആ സഹോദരി ഉപവാസത്തോടെ തന്നെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. വലിയ പ്രതീക്ഷയോടെ, വലിയ വിശ്വാസത്തോടെ കഴിഞ്ഞ വർഷങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളെ കേട്ട മനസ്സിലാക്കിയ അനുഭവത്തിൽ നിന്ന് ആ സഹോദരി ഉപവസിക്കുവാൻ ഇടയായി. 14ാമത്തെ ദിവസം ആ സ്തോത്രം വൈകിയ വേളയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ആ സ്തോത്രം ജോലി സ്ഥലത്ത് നിന്ന് കടന്നു വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ സഹോദരിയുടെ ഫോണിലേക്ക് അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് ഒരു കോൾ വരികയുണ്ടായി. ആമേൻ അപരിചിതമായ നമ്പർ ആയതുകൊണ്ട് ആ സഹോദരി എടുത്തില്ല. തുടർന്നും 2-3 വട്ടം ആമേൻ ആ കോൾ ആവർത്തിച്ചു വന്നു. ആ സഹോദരി ഫോൺ എടുത്തു. ഫോണിന്റെ മറുതലയ്ക്കിൽ നിന്ന് കേട്ട ശബ്ദം പെട്ടെന്ന് ആ സഹോദരിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോയ തൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം. അതെ, 14ാമത്തെ ദിവസം നഷ്ടപ്പെട്ടു പോയവനെ എൻ്റെ ദൈവം ആ സഹോദരിക്ക് മടക്കി നൽകി. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ചില 19ാമത്തെ ദിവസങ്ങളും 20ാമത്തെ ദിവസങ്ങളും 21ാമത്തെ ദിവസങ്ങളും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയായിരിക്കുന്ന ചിലതിന് എൻ്റെ ദൈവം തിരികെ തരും. ഓ രാധാരാക്ഷക ശ്രദ്ധാരകന നഷ്ടപ്പെട്ടു പോയ ജോലി, നഷ്ടപ്പെട്ടു പോയ വരുമാന മാർഗം, നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ ആത്മീയ അനുഭവങ്ങൾ, ഓ രാധാ ശാഖ ശന്ധാരകന യേശുവിൻ നാമത്തിൽ സഹോദര സഹോദരി, നീ ആ മുറിക്കകത്ത് തളർന്നായിരിക്കുന്നതിന് കാരണമായ ആ നഷ്ടപ്പെടൽ നിന്റെ ഈ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ എൻ്റെ ദൈവം തിരികെ തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക. നീ നഷ്ടപ്പെട്ടു പോയി എന്ന് നീ കരുതി നിരാശയോടെ ആയിരിക്കുന്ന നിന്റെ സന്തോഷത്തെ എൻ്റെ ദൈവം തിരികെ തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക. ആമേൻ സ്തോത്രം. ഈ 31 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ടായി. കാരണം കഴിഞ്ഞ നാളുകളിലെ പോലെ ഈ ദിവസങ്ങളിൽ ഉപവസിക്കുവാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതിലുപരിയായി മാനസികമായ ടെൻഷൻ. അങ്ങനെ ഉപവസിക്കണമെന്ന ആഗ്രഹം അധമ്യമായി ഉള്ളിലുണ്ട്. എങ്കിലും ആമേൻ സ്തോത്രം ഞങ്ങളുടെ പ്രൈസ് ചർച്ച് കുടുംബാംഗങ്ങളോടൊന്നും ആ വിവരങ്ങൾ അറിയിച്ചില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ ഏകദേശം ഒരു നവംബർ മാസത്തിന്റെ ആ സ്തോത്രം തുടക്കം മുതലൊക്കെ തന്നെ അവൻ ഓരോരുത്തർ വിളിച്ചു ചോദിക്കുവാനായി തുടങ്ങി. ദേവദാസനെ, നമ്മുടെ ഉപവാസ പ്രാർത്ഥന എന്നാണ് തുടങ്ങുന്നത്? 10 പോലെ 31 അതോ 40? ആമേൻ സ്തോത്രം. ഓരോരുത്തർ ചോദിക്കുവാനായി തുടങ്ങി. ഡിസംബറൊക്കെ ആയപ്പോൾ ഒത്തിരി സഹോദരിമാർ, ഒത്തിരി സഹോദരന്മാർ വിളിച്ചന്വേഷിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തു. ആമേൻ ആമേൻ എപ്പോഴാണ് ഉപവാസം തുടങ്ങുന്നത്? ഈ പ്രാവശ്യം ഞങ്ങൾക്കും ഉപവസിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഉപവസിച്ചവർ ആമേൻ വിളിച്ചു പറഞ്ഞു, ദേവദാസനെ ഈ വർഷവും 31 ദിവസവും ഉപവാസ തന്നെ നമുക്ക് ആരംഭിക്കണം. ഞങ്ങൾ ഉപവാസത്തോടെ കൂടെയുണ്ട്. ആമേൻ ഞങ്ങളുടെ ശാരീരികമായ ബലഹീനതകളെക്കാൾ അവരുടെ ആമേൻ ആഗ്രഹവും താല്പര്യവുമാണ് ഈ 31 ദിവസവും പിന്നെയും ഉപവാസത്തോടെ തന്നെ നമുക്ക് തുടങ്ങുവാൻ കർത്താവ് കൃപ നൽകിയത്. ആമേൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ഓ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഉപവാസത്തിന് വേണ്ടി കൊതിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആമേൻ സ്തോത്രം. പലരും ഇന്നും ആമേൻ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ ചട്ടക്കൂടുകൾക്കകത്ത് കിടക്കുക. ആമേൻ ഒരു വലിയ ഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ
മാത്രമേ, ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ, ഒരാൾ മുൻപിൽ നിന്ന് ആമേൻ പൊക്കി വിടുവാനുണ്ടെങ്കിൽ മാത്രമേ ഉപവാസം വരൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരുപാട് പേരായിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒന്നും വേണ്ട. ആമേൻ, നിന്റെ ദൈവത്തിനൊപ്പം നിനക്ക് എവിടെ ഇരിക്കുവാൻ കഴിയുന്നോ നീ ഉപനോടൊപ്പം വസിക്കുക. അത് ഉപവാസമാ. നിന്റെ മനസ്സൊന്ന് അവന് പകർന്നു കൊടുക്കുവാൻ തയ്യാറായാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിനക്കറിയാതെ നിനക്കൊപ്പം ഉപവസിക്കുന്ന, നിനക്ക് വേണ്ടി അർദ്ധരാത്രികളിൽ പ്രാർത്ഥിക്കുന്ന അനേകർ പ്രൈസ് ചർച്ച് കുടുംബത്തിനകത്തുണ്ട്. അതുകൊണ്ട് ആമേൻ, ആയിരിക്കുന്ന സ്ഥാനത്ത് സാഹചര്യം നോക്കാതെ, അവസ്ഥ നോക്കാതെ ഉപവസിക്കുവാൻ തുടങ്ങ്, പ്രാർത്ഥിക്കുവാനായി തുടങ്ങ്. ആ വലിയ കൂട്ടത്തെ നോക്കണ്ട. നീ പ്രതീക്ഷിക്കുന്ന, നിന്നെ പൊക്കി വിടുന്ന, എൻകറേജ് ചെയ്യുന്ന അവരെ നോക്കണ്ട. നിന്നെ ശക്തീകരിക്കുവാൻ ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിലുണ്ട്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഈ സമയം ആമേൻ, സ്തോത്രം. എനിക്ക് പറയുവാൻ കുറച്ചിലില്ല. ആമേൻ. ചിലർക്ക് കുറച്ചിലായിരിക്കും, എനിക്ക് പറയുവാൻ കുറച്ചിലില്ല. പ്രൈസ് ഫാമിലിക്കൊപ്പം ഉപവസിക്കുന്ന പലരും ആമേൻ, ഞങ്ങൾ 31 ദിവസം ഉപവസിക്കുന്നവരാണ്. എന്നാൽ സ്തോത്രം 40 ദിവസം ഉപവസിക്കുന്നവരുണ്ട്. ആമേൻ. പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട്. ആമേൻ. സ്തോത്രം. വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കുന്നവരുണ്ട്. ഇതൊന്നും ഉപവാസത്തിന്റെ പഠിപ്പീരുകളല്ല, ഓരോരുത്തരുടെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസത്തിനനുസരിച്ച്, അവരുടെ പ്രത്യാശ പോലെ അവർ മുൻപോട്ട് പോകട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ. ഞാൻ പറയുവാൻ വന്നത്, ആമേൻ, സ്തോത്രം, പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവദാസനെ, നിങ്ങളിലൂടെ ദൈവം സംസാരിച്ചതിലും അധികം ഇന്ന് എന്നോട് ദൈവം സംസാരിച്ചു. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പ്രൈസ് ഫാമിലിക്കൊപ്പം ആയിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുമക്കളൊക്കെ ഉപവസിക്കുന്നത്, ആമേൻ, നമ്മുടെ മെസ്സേജുകൾ രാവിലെ കേട്ടു തുടങ്ങും. അത് കഴിഞ്ഞ് ആമേൻ, ദൈവിക ആലോചനകൾ ഒപ്പം ചേർന്ന് ഉപവസിക്കുന്നവർക്ക് ലഭിക്കും. അത് കഴിഞ്ഞ് രാത്രിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, നേരത്തെയുള്ള മെസ്സേജുകളുണ്ട്. ഇങ്ങനെ മെസ്സേജുകൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ആമേൻ, ഇങ്ങനെയാണ് അവരുടെ ഒരു ദിവസം മുൻപോട്ട് പോകുന്നത്. ആമേൻ. അപ്പോൾ സ്തോത്രം, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതും, കർത്താവേ, ഇന്ന് പ്രതീക്ഷയോടെ ആയിരിക്കുന്ന, ഇന്ന് ഉപവസിക്കുന്നവർ ആമേൻ, ഏറ്റവും വലുതായ ദൈവിക പദ്ധതികൾ, ദൈവിക ആലോചനകൾ ഞങ്ങളിലൂടെ കേൾക്കണമേ. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. എന്നാൽ സ്തോത്രം പറയട്ടെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെക്കാൾ ഉപരി കാത്തിരിക്കുന്നവന് വേണ്ടി അവനോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉപവസിക്കുന്നവരോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളിലൂടെ മാത്രമല്ല, നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങളുടെ അപ്പൻ കൊതിയോടെ നിൽക്കുക. ചെവി തുറക്കുവാൻ തയ്യാറാണോ? ഈ 2025 പ്രാരംഭ മാസത്തിൽ ദൈവസന്നിധിയിൽ അവങ്കിലേക്ക് ചെവി തുറക്കുവാൻ, നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പോകുക. മറ്റൊരാളിലൂടെയല്ല, മൂന്നാമതൊരാളിലൂടെയല്ല, എന്റെ ദൈവം നിന്നോട് സംസാരിക്കുവാൻ പോകുക. മകനെ, മകളെ എന്ന് വിളിച്ച് ഇന്ന് ആ ശബ്ദം നീ കേൾക്കുവാൻ പോകുക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യേ ആ ശബ്ദം നീ കേൾക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അഭിതത്തിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്ന നിങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെ കർത്താവ് ശക്തീകരിക്കട്ടെ. ഇതുവരെയും ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും അവസരങ്ങൾ ലഭിക്കാത്തവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. വേഗത്തിൽ കർത്താവ് നിങ്ങൾക്കും ചേർന്ന് ഉപവസിക്കുവാൻ അവസരം ഒരുക്കട്ടെ. വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്നാട്ടെ. അല്പസമയത്തെ വചന ധ്യാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 23-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവർ എസ്കോൽ താഴ്വരയോളം ചെന്നു. അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്തു. ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും ആത്തിപ്പഴവും കൂടെ കൊണ്ടുപോകുന്നു. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇതുവരെയും ഇവർ അനുഭവിച്ചു. ഇവർ പാടി അങ്ങയെ മഹത്വപ്പെടുത്തി. സ്വർഗം തുറന്നു. അപ്പോൾ അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇതിനകത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പലവിധമാകുന്ന വിഷയങ്ങൾക്കൊപ്പമായിരിക്കുന്നവരുണ്ട്. രോഗികളായി അടിയൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ബാധിക്കപ്പെട്ടവരായി അടിയൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. തളർന്നവരായി അടിയൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി അങ്ങയുടെ വചനത്തിനൊപ്പമായിരിക്കുന്നവരുണ്ട്. യേശുവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയം അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ആശീർവാദം പറയുന്നതിനു മുമ്പേ
അപ്പൻ എന്നെ തൊട്ടു, അപ്പൻ എന്നെ സൗഖ്യമാക്കി. എൻ്റെ യേശു എനിക്ക് സൗഖ്യം തന്നു. നീണ്ട വർഷങ്ങളായി ഞാൻ കൊണ്ടു നടന്ന ആ വേദന, നീണ്ട വർഷങ്ങളായി എന്നെ കാർന്നു തന്ന ആ രോഗം, നീണ്ട വർഷങ്ങളായി എന്നെ കിടപ്പിലാക്കിയ ആ രോഗം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ ദിവസം, ഈ ജനുവരി മാസം 19ാം തീയതി എൻ്റെ യേശു എന്നെ തൊട്ടു. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നീ അത് പറയുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഓർത്തു വെച്ചോ. ആമേൻ ആമേൻ. എന്നെങ്കിലും തൊട്ടു എന്ന് പറയുവാനല്ല, ജനുവരി മാസം 19ാം തീയതി 2025 നിന്നെ യേശു തൊട്ടു. ക്യാൻസർ മുഖാന്തരം ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദരി, നിന്നെ യേശു ഇപ്പോൾ തൊടുകയാണ്. യേശുവിൻ നാമത്തിൽ ആമേൻ. ഡോക്ടറോട് പറയുവാൻ ഒരു ഡേറ്റ് ആവശ്യം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ചിലരെ തൊടുകയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ചുറ്റുപാടുകൾക്ക് അതീതമായി, അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും അതീതമായി ചിലരുടെ ദൈവസാന്നിധ്യം അറിയുന്ന കൃപയ്ക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. കാത്തിരിക്കുന്നവരുടെ കാത്തിരിപ്പുകൾക്ക് ഇന്ന് അറുതി വരട്ടെ കർത്താവെ. ചിലത് കണ്ട് കേട്ടെഴുന്നേൽക്കുവാൻ തക്കവണ്ണം അടഞ്ഞുപോയ കാതുകളെ അങ്ങ് തുറക്കണമേ. നല്ലത് കേൾക്കുവാൻ, നല്ലത് കാണുവാൻ കണ്ണുകളും കാതുകളും തുറക്കപ്പെടട്ടെ. ചില അവൻ ഭവനങ്ങൾക്കകത്തേക്ക് നല്ല വാർത്തകൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ ദിവസം കടന്നു വരട്ടെ. നല്ല വാർത്തകൾ കടന്നു വരുന്നതിന് തടസ്സമായി ശത്രു അടച്ചുറപ്പിച്ച വാതിലുകളെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ പകലിൽ സഭയുടെ അധികാരത്താൽ ഞങ്ങൾ തുറന്നു വിടുന്നു കർത്താവേ. യേശുവിൻ നാമത്തിൽ നല്ല വാർത്തകൾ, നല്ലത് ഭവനങ്ങൾക്കകത്തേക്ക് കടന്നു വരട്ടെ. വചനത്തിന് മുമ്പിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അടിയന്റെ ശബ്ദത്തെക്കാൾ അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങേ സ്തുതിക്കുവാൻ ഈ നല്ല സമയം പ്രയോജനപ്പെടുത്തണമേ. അടിയനെ അങ്ങയുടെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. അങ്ങിൽ നിന്ന് പ്രാപിക്കുവാൻ, അതേ ശക്തിയാൽ നിറയുവാൻ സ്വർഗം അങ്ങ് അവസരം നൽകിയല്ലോ. അടിയനോട് അറിയിച്ച ആലോചനകൾ അതേ ആത്മാവിൻ്റെ ശക്തിയാൽ, അതേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ അങ്ങയുടെ മക്കൾക്ക് പകർന്നു നൽകുവാൻ തക്കവണ്ണം ഈ സമയം അടിയനങ്ങ് ഒരുക്കിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി ആ അത്ഭുത വചനം, അതെ ഈ അത്ഭുത വചനം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. സംഖ്യാപുസ്തകം 13:23. അവർ എസ്കോൾ താഴ്വരയോളം ചെന്നു. അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്തു. ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോകുന്നു. ഈ വാക്യത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് അല്പമായി ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അവരും കാണുകെ ദൈവം കൈ നിറയെ നിനക്ക് തരും. ആമേൻ. അവർ കാണുകെ, ചുറ്റുമുള്ളവർ കാണുകെ ദൈവം കൈ നിറയെ നിനക്ക് തരും. എത്ര പേർ വിശ്വാസത്തോടെ പറയും ഇന്ന് ആമേൻ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ ദിവസം എൻ്റെ കർത്താവ് എനിക്ക് ചുറ്റുമുള്ള ചിലർ കാണുകെ കൈ നിറയെ നിന്റെ ശൂന്യതകൾ കണ്ടവരുടെ കാണുകെ, നിന്റെ നിലവിളിയും നിന്റെ നിരാശയും നിന്റെ പരിവേദനങ്ങളും കേട്ടവർ കാണുകെ, നിന്നെ അറിഞ്ഞവർ കാണുകെ കൈ നിറയെ എൻ്റെ യേശു. ഓ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തട്ടപ്പെടുന്ന സ്തുതി ഉയരുന്ന കരങ്ങളെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ കൈകളിൽ നിറവുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അതെ, അവർ കാണുകെ കൈ നിറയെ ഇന്ന് യേശു തരും. ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കാത്തിരിക്കുന്ന, നെടുനാളുകളായി കാത്തിരിക്കുന്ന ആ വാഗ്ദത്തം ചുമക്കുവാൻ, നിങ്ങളുടെ വിടുതൽ ചുമക്കുവാൻ ഒരുങ്ങുക. നോക്കൂ, 40 വർഷം മരുഭൂമിയിൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ചവിട്ടി തൊഴിച്ചത്. ആമേൻ. അങ്ങനെ തന്നെ പറയട്ടെ. ആമേൻ. നീണ്ട 40 വർഷം ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനം മരുഭൂമിയിൽ ചവിട്ടി തൊഴിച്ചത് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയല്ല. ആമേൻ. അവർ ചവിട്ടി തൊഴിച്ചതിനും അവർ അലഞ്ഞതിനും തക്കവണ്ണം കനത്തിൽ നൽകിയ ദൈവം ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളെ നോക്കി വിളിച്ചു പറയുവാൻ പറയുന്നു. നിന്റെ അലച്ചിലും നിന്റെ ഉലച്ചിലും ആമേൻ സമാനമായ സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോയതും വെറുതെയല്ല. എന്തെങ്കിലും പ്രാപിച്ചു, എന്തെങ്കിലും കിട്ടിയെന്ന് പറയുവാനല്ല, ആവർത്തിച്ച് കർത്തൃ ദിവസത്തിന്റെ പകലിൽ വിളിച്ചു പറയട്ടെ, എന്തെങ്കിലും കിട്ടി എന്ന് പറയുവാനല്ല, കനത്തിൽ തന്നെ ചുമക്കുവാനുള്ളത്. അതെ, നിന്റെ കഷ്ടത കണ്ടവർ, നിന്റെ കണ്ണുനീർ കണ്ടവർ, നിന്റെ നിലവിളി കണ്ടവർ, നിന്റെ തകർച്ച കണ്ടോ ദേശം കാണേ
ഓ യേശുവിൻ നാമത്തിൽ ആവർത്തിച്ചു പറയട്ടെ, നിന്റെ കരച്ചിൽ, നീ കരഞ്ഞു തളർന്നിരുന്നത് കണ്ടവർ, ആമേൻ, നീ മടുത്തു പോയത് കണ്ടവർ, നീ നിന്റെ വിശ്വാസം പോലെ നഷ്ടപ്പെടുന്ന നിലയിൽ നിലവിളിച്ചത് കണ്ടവർ, നീ മരണത്തിനായി നിലവിളിച്ചത് കണ്ടവർ, ഓ അവർ കാണും വിധത്തിൽ, ഹല്ലേലൂയ, ആമേൻ, അവർ കാണും വിധത്തിൽ തരുന്നൊരു കർത്താവിൻ്റെ സന്നിധിയിലത്രേ ഈ പകലിലും നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. കേൾക്കണമേ, ഞാൻ ആ വാക്യം വായിച്ചിട്ട് രണ്ടാമത്തെ തവണ വായിക്കുന്നതിന് മുമ്പ് ആവർത്തിച്ചു പറഞ്ഞത് ഇതാണ്. ആമേൻ, ഇതൊരു അത്ഭുത വചനം ആണ്. ആമേൻ, സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചവർക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നായിരിക്കാം, എന്താണ് ഈ വചനം ഒരു അത്ഭുത വചനമെന്ന് പറയുവാനുള്ള കാരണം. ആമേൻ, സ്തോത്രം. എനിക്ക് കിട്ടുന്ന എല്ലാ വചനവും അത്ഭുത വചനമാണ്. ആമേൻ, സ്തോത്രം. ആമേൻ, അങ്ങനെ മോശമായിട്ടൊരു വചനവും എനിക്ക് കിട്ടാറില്ല. കാരണം ദൈവത്തിന്റെ വചനം അത് ദൈവത്തിൽ നിന്ന് ഉണ്ടായതാണ്. അതിന് അത്ഭുതങ്ങളെ ഉളവാക്കുവാനായി കഴിയും. ആമേൻ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനം അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. ആ ദൈവം അത്ഭുത മന്ത്രിയാണ്. ആമേൻ, ആ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ അവന്റെ വചനം അത് അത്ഭുതമാണ്. ഈ 19ാമത്തെ ദിവസത്തെയും അത്ഭുതമാക്കി മാറ്റുവാൻ, ജനുവരി മാസം 19ാം തീയതി നിന്റെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റുവാൻ നീ കേൾക്കുന്ന വചനത്തിന് കഴിയും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതിലുപരിയായി ഈ വചനം എന്തുകൊണ്ട് അത്ഭുതമായി എനിക്ക് ഫീൽ ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാനൊരു ആർത്തിപ്പണ്ടാരമാണ്. വചനം പറയുന്നു, ദൈവം ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുന്നു. ആമേൻ, സ്തോത്രം. കിട്ടിയത് പോരാ എന്ന നിലയിൽ നിലവിളിക്കുന്നവരാണ് ഞാൻ. ആമേൻ, ലോകം ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ ആമേൻ ആ സോക്കോൾഡ് മനോഭാവത്തോടെ ലോകത്തോട് സംസാരിച്ചതുപോലെ എന്നോടും ഒരു വിശ്വാസിയായ എന്നോട് സംസാരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മതി, അതുകൊണ്ടിരിക്കെ, അതുകൊണ്ട് തൃപ്തിപ്പെട്. ഞാൻ പറയും, പോടാ പോ, നിനക്കെൻ്റെ ദൈവത്തെ അറിയത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ അളവ് എന്റെ വായും എന്റെ വയറുമാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ദൈവത്തിന്റെ അളവ്, ആമേൻ, ഹല്ലേലൂയ, ഓ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. എന്റെ ദൈവത്തിന്റെ അളവ് ചുറ്റുവട്ടത്തുള്ള മനുഷ്യന്റെ കയ്യിലല്ല. ആമേൻ, ഓ സ്തോത്രം. നിന്നെ അറിയുന്ന, നിന്നെ പരിചയമുള്ള ഒത്തിരി പേരുടെ കരങ്ങളിലല്ല. ദൈവത്തിന്റെ അളവ് നിന്റെ വായും നിന്റെ വയറുമാണ്. ആമേൻ, നിനക്ക് ആർത്തിയുണ്ടോ, എന്റെ ദൈവം തൃപ്തി വരുത്തും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആർത്തിയോടെ എനിക്കിത് പോരാ, എനിക്കിനിയും ദൈവത്തിന്റെ നാമത്തിൽ എനിക്ക് പ്രാപിക്കുവാൻ കഴിയുന്നതിന്റെ മാക്സിമം, ഏറ്റവും അധികം എനിക്ക് പ്രാപിക്കണം. ദേശത്തിൽ ആമേൻ ഈ ദൈവത്തെ അറിഞ്ഞവര് അവർ പ്രാപിച്ചതിൽ ഏറ്റവും അധികം എനിക്ക് പ്രാപിക്കണം. എനിക്ക് ഏറ്റവും അധികം കർത്താവിന് വേണ്ടി നിൽക്കണം. എനിക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടണം. എനിക്ക് ഏറ്റവും അധികം ആത്മാക്കളെ നേടണം. എനിക്ക് ഏറ്റവും അധികം കർത്താവിന്റെ വേല ചെയ്യണം. അതെ, നിനക്ക് ആർത്തിയുണ്ടോ, നിന്നെ തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അല്പം കിട്ടുമ്പോൾ മതിയാക്കരുത്. ആമേൻ, അത് ഈ ലോകത്തിന്റെ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ ഒക്കെ ഒരു വാക്കാണ്. ആമേൻ, സ്തോത്രം. ഉള്ളത് വെച്ച് തൃപ്തിപ്പെടുക. ആമേൻ, നമ്മുടെ ദൈവം അങ്ങനെയല്ല. ആമേൻ, നമ്മുടെ ദൈവം പറയുന്നത് ആമേൻ പോരാ പോരാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അല്പം കിട്ടുമ്പോൾ നിർത്തി പോകുന്നവനെ കർത്താവിന് ആവശ്യമില്ല. അധികത്തിന് വേണ്ടി മല്ല് പിടിച്ചുകൊണ്ടേയിരിക്കണം. ആമേൻ, സ്തോത്രം. പറയണം, കർത്താവേ, ഇന്ന് ഞാൻ സന്തോഷിച്ചു, എനിക്ക് സ്തുതിയുണ്ട്, എനിക്ക് നന്ദിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇന്നത്തെ സന്തോഷം നാളെ പോരാ, ഇരട്ടി വേണം. ആമേൻ, സ്തോത്രം. എനിക്ക് ഇന്ന് സ്തുതിച്ചതുപോലെ നാളെ സ്തുതിച്ചാൽ പോരാ, എനിക്ക് ഇരട്ടിയായിട്ട് സ്തുതിക്കണം. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഇന്നത്തെ പോലെ നാളെ കിട്ടിയാൽ പോരാ, എനിക്ക് ഇരട്ടി സ്തുതിക്കണം. ആമേൻ, സ്തോത്രം. ദേശത്തിൽ ആരെങ്കിലും നിന്റെ പേരിൽ പ്രാപിച്ചെടുത്ത ഒന്നിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ പേരുകാരൻ ഞാനായിരിക്കണം. ഓ താങ്ക് യു ലോർഡ്. ദേശത്തിൽ ആരെങ്കിലും ദൈവം അനുഗ്രഹിച്ച ഒരു ഭവനത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ഭവനം എന്റെ ഭവനമായിരിക്കും. ഓ ശാഖ വിളിച്ചു പറയ്, അതിലാദ്യത്തെ ഭവനം എന്റെ ഭവനമായിരിക്കണം. എന്റെ ഭവനത്തിന്റെ പേര് പറഞ്ഞിട്ടല്ലാതെ മറ്റൊരുവന്റെ ഭവനത്തിന്റെ പേര് പറയരുത്. ദേശത്തിൽ ഏതെങ്കിലും ഒരു തലമുറ ദൈവത്തിൽ നിന്ന് ഏറ്റവും അധികം പ്രാപിച്ചെങ്കിൽ അതിൽ ഒന്നാമത്തെ പേരുകാരൻ എന്റെ മകനായിരിക്കണം, എന്റെ തലമുറയായിരിക്കും. ഓ ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നോക്കൂ, മരുഭൂമിയിൽ മന്ന പൊഴിച്ചു കൊടുക്കുക, സ്വർഗം തുറന്ന്. പലരും കുറച്ച് തിന്നുന്നവരുണ്ട്, കൂടുതൽ തിന്നുന്നവരുണ്ട്. ആമേൻ, അളവെന്താ? പറയല്ല, ഏഫായല്ല. ആമേൻ, അളവ് അവനവൻ്റെ വായും വയറുമാണ്. മതി വരുവോളം. ആമേൻ,
സംഭവം മരുഭൂമിയാ, പക്ഷെ തിരിച്ചറിയണമേ, മതി വരുവോളം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മതി വരുവോളം തന്ന് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം മതി വരുവോളം നിന്ന് നിശ്ചയമായും ആമേൻ സ്തോത്രം തന്ന് നിറയ്ക്കുക തന്നെ ചെയ്യും. ആമേൻ. തീർന്നില്ല. നോക്കൂ സ്തോത്രം, ഇത് ആമേൻ ദൈവത്തിന്റെ ഭക്തന്മാർ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. ആമേൻ. എലീശ ഈ വാക്ക് കേൾക്കുകയാണ്, ആർത്തി പിടിച്ച ഒരുത്തന്റെ വാക്ക്. ആമേൻ. എലിയാവ് കേൾക്കുകയാണ് എലീശ എന്ന ആർത്തി പിടിച്ചവന്റെ വാക്ക്. എലീശയുടെ ആർത്തി പൂണ്ട വാക്ക് എന്താണ്? എനിക്ക് ഇരട്ടി വേണം. ആമേൻ സ്തോത്രം. എലീശ പറഞ്ഞില്ല, ആമേൻ സ്തോത്രം, ഏലിയാവ് പറഞ്ഞില്ല, എടാ ഏലിശായെ നീ ഇത്രമാത്രം ആർത്തിയൊന്നും കാണിക്കണ്ട, കിട്ടുന്നതും കൊണ്ട് എൻ്റെ കൂട്ടത്ത് വാ. ആമേൻ സ്തോത്രം. അങ്ങനെ പറയുന്നവനല്ല ഭക്തൻ. ആമേൻ. അങ്ങനെ തരുന്നവനുമല്ല ദൈവം. ഇന്നും ആവർത്തിച്ചു പറയട്ടെ, നിന്റെ ആർത്തിക്കൊത്തവണ്ണം, നിന്റെ ആർത്തി തീരുവോളം തരുന്ന ഒരു ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. നീ ആഗ്രഹിക്കുന്നതിനപ്പുറമായി. ആമേൻ. ഒന്നും മറച്ചു വെക്കണ്ട, ഒന്നും വേണ്ട എന്ന് വെക്കണ്ട. ഇന്ന് ദൈവസന്നിധിയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ ദിവസം എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പ്രിഫറൻസ് അത് എന്തു തന്നെ ആയിരുന്നാലും ഈ സമയം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ഉള്ളം കൊണ്ടതൊന്ന് കാണുവാൻ ശ്രമിക്കുക. ആ ജോലി ഒന്ന് കാണ്, ആ വരുമാനം ഒന്ന് കാണ്, ആ അക്കൗണ്ടിലെ ബാലൻസ് ഒന്ന് കാണ്. യേശുവിൻ ഓ റാധാര, മിനിമം ബാലൻസ് അല്ല പറഞ്ഞ, നീ ആഗ്രഹിക്കുന്ന നിന്റെ സമാധാനകരമായ, നിന്റെ സന്തോഷകരമായ ജീവിതത്തിന് വേണമെന്ന് നീ ആഗ്രഹിക്കുന്ന ആ ബാലൻസ് കാണ്. ആ ഭവനത്തെ ഒന്ന് കാണ്. ആമേൻ. മാറ്റിവെക്കുവാൻ പറഞ്ഞതുകൊണ്ട് മാറ്റിവെച്ച ആ ഭവനത്തെ ഒന്ന് കാണ്. നിന്റെ തലമുറകളുടെ ആ നന്മയെ കാണ്. നിന്റെ ഭാവിയിൽ നീ പ്രാപിച്ചെടുക്കുമെന്ന് നീ സ്വപ്നം കാണുന്ന ഓരോന്നിനെയും കാണ്. ആമേൻ. കാണുമ്പോൾ ചിലർ പറയുക, ദൈവദാസനെ അതൊക്കെ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന്. ആമേൻ സ്തോത്രം. അത് കടലിന്റെ ആഴത്തായിരുന്നാലും കല്ലറയ്ക്കകത്തായിരുന്നാലും ആകാശത്തിന്റെ അപ്പുറത്തായിരുന്നാലും തിരികെ തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നീ കണ്ടത് ആമേൻ ഒരുപക്ഷെ കല്ലറയ്ക്കകത്തായിരിക്കുമായിരിക്കുന്നത്. ആമേൻ. ആ കല്ലറയെ ലോകം ഭയപ്പെടും. കല്ലറയെ ഭയപ്പെടാത്ത ഒരുത്തൻ ഇന്ന് നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. ആമേൻ. ആ കല്ലറയ്ക്കകത്തായി പോയതിനെ ആ കർത്താവ് നിന്റെ കരങ്ങളിൽ തിരികെ യേശുവിൻ നാമത്തിൽ. ആമേൻ. എനിക്കറിയത്തില്ല, നീ പറയാ അത് കല്ലറയ്ക്കകത്താണ്, അത് കിട്ടത്തില്ല. അതുപോലെ അവസ്ഥയില്ല. അത് ഗദരദേശത്താ ഓ താങ്ക് യു ലോർഡ്. അത് ICU-വിനകത്താ, കിട്ടത്തില്ല. ഓ അത് വെന്റിലേറ്ററല്ല, ഓ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കല്ലറയിലോട്ടും ഗദരദേശത്തിലോട്ടും ആമേൻ ഗലീല കടലിലോട്ടുമൊക്കെ ഒരുപോലെ നടക്കുന്ന ഒരുവനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അവന് ഈ വ്യത്യസ്തതകളൊന്നുമില്ല. ആമേൻ. നമ്മൾ പറയും കല്ലറയ്ക്കകത്താണ്. ആമേൻ. അവൻ പറയും അവൻ പന്തിക്കിരിക്കാൻ പോവുക. ആമേൻ. നമ്മൾ പറയും അവൻ ഗദരദേശത്താണ്. യേശു പറയും അവൻ ദക്കപ്പൊലി ദേശത്തെ സുവിശേഷകനാണ്. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ചിന്തയിലേക്ക് വേഗത്തിൽ കടന്നു വന്നാട്ടെ. ആമേൻ സ്തോത്രം. ശ്രദ്ധിക്കണമേ. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാനായി ഇറങ്ങിത്തിരിച്ചു. അവരൊരു പ്രത്യേക സമയത്ത് എത്തപ്പെട്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ വഴിയെ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായി കഴിയും. ആമേൻ. വാഗ്ദത്തത്തിന് മുൻപിലായിരിക്കുന്ന സമയം. അപ്പോൾ ദൈവം വന്നിട്ട് പറയുകയാണ്, മോശേ ഞാൻ ആമേൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകൾ കേട്ട് കൽപ്പനകൾ അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ ആമേൻ ആകത്തുക അനുഭവിച്ച ജനം വാഗ്ദത്ത ദേശത്തിന് മുൻപിലായിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യേ, അവരിൽ നിന്ന് 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ഒന്ന് അയക്ക്. അവർ ഈ ജനത്തിൻ്റെ കണ്ണായി മാറട്ടെ. ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് അവർ കാണട്ടെ. ആമേൻ സ്തോത്രം. അങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ്. ഇതാണ് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലെ ആമേൻ പശ്ചാത്തലം. അങ്ങനെ 12 പേർ ഈ വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവം അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്ന, ആമേൻ, പ്രലോഭനം എന്ന വാക്ക് അത് നോട്ട് ചെയ്ത് വെച്ചോ. ആമേൻ. ദൈവം പലപ്പോഴും നമ്മോട് പറയുന്നതൊക്കെ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രലോഭനമായിട്ട് തോന്നും. ആവർത്തിച്ചു പറയട്ടെ, നമ്മളായിരിക്കുന്ന കഷ്ടതയുടെ കണ്ണുനീരിൻ്റെ ഇല്ലായ്മയുടെ അനുഭവത്തിൽ ദൈവം നമ്മോട് പറയുന്ന പല വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രലോഭനമായിട്ട് തോന്നും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുക. നമ്മുടെ ആമേൻ സ്തോത്രം ഇലക്ഷൻ്റെ സമയത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇറക്കുന്ന സ്തോത്രം പ്രകടന പത്രികയിലുള്ള പല കാര്യങ്ങളും വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അങ്ങനെ ഒരുപാട് പ്രകടന പത്രികകൾ വായിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഒരു അതിശയോക്തി തോന്നും. വെറുതെ കർത്താവ് പ്രലോഭിപ്പിക്കുന്നതാണ്, വെറുതെ കൊതിപ്പിക്കുന്നതാണ്. നോക്കൂ,
പ്രലോഭന വാക്കുകൾ ഇവരെവിടെ വെച്ചാ കേട്ടത്? ആമേൻ. സ്വന്തമായിട്ട് മക്കളെ വളർത്തുവാൻ കഴിയാത്ത സ്ഥാനത്ത് വെച്ച്, സ്വന്തമായി വീടില്ലാത്ത സ്ഥാനത്ത് വെച്ച്, പകൽ മുഴുവൻ അധ്വാനിക്കുന്നത്, രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചുമന്നുകൊണ്ട് പോകുന്നത് വേദനയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന സ്ഥാനത്ത് വെച്ച്, സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ലാത്ത തീർത്തും നരകതുല്യമായ ജീവിത അനുഭവങ്ങളിൽ ആ ജനമായിരിക്കുമ്പോൾ അവരോട് മോശെ അയച്ച് ദൈവം പറയുക, നിങ്ങളെ ഞാൻ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകും. ആമേൻ, സ്തോത്രം. ഇതൊരു പ്രലോഭനമല്ലെങ്കിൽ, ആമേൻ, ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, മോശയുടെ അപ്പനെന്ന് ജീവിച്ചിരുന്നെങ്കിൽ തുമ്മി ചത്തേനെ. ഈ ജനമെല്ലാം കൂടെ ചീത്ത വിളിച്ച് മോശയുടെ അപ്പനെ കൊല്ല ചെയ്തേനെ. നേരെ വണ്ണം ഒരു കുപ്പി വെള്ളം കിട്ടിയാൽ അത് മതി, ഒരു കഞ്ഞി കിട്ടിയാൽ അത് മതി എന്ന് ചിന്തിക്കുന്ന സമയത്ത് ദൈവത്തിന് പറയുവാനുള്ളത് പാലും തേനിൻ്റെയും കഥയാണ്. ആമേൻ, യേശുവിൻ നാമത്തിൽ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം എപ്പോഴും നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളായിരിക്കുന്ന അവസ്ഥ നോക്കിയിട്ടല്ല ദൈവം നിങ്ങളുടെ നാളെ ഡിസൈൻ ചെയ്യുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഈ അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് നാളെ ഇങ്ങനെ തന്നെ ആകണം, അത് ലോകത്തിൻ്റെ കണക്കാണ്, നമ്മുടെ അറിവാണ്. ദൈവം അങ്ങനെയല്ല ഡിസൈൻ ചെയ്യുന്നത്. ആമേൻ. എന്താണ് അടിസ്ഥാനമെന്ന് ചോദിച്ചാൽ, നീ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ സ്വപ്നത്തിന് എത്താത്ത വിധത്തിൽ നിന്റെ ഭാവിയെ ഡിസൈൻ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. പാലും തേനും ഒഴുകുന്ന വാഗ്ദത്തമാണ് എൻ്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാനുള്ളത്. നീയും നിന്റെ കുടുംബവും നിന്റെ പിൻതലമുറയും അത് നിശ്ചയമായും അനുഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ വിഷയത്തിലേക്ക് വരാം. ആമേൻ. അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ ജനം ആ പ്രലോഭനം കേട്ട് വീണു. ആമേൻ, സ്തോത്രം. വിശ്വാസി അങ്ങനെയാണ്, പ്രലോഭനത്തിൽ വീഴുന്നവരാണ്, ദൈവത്തിന്റെ പ്രലോഭനത്തിൽ വീഴുന്നവരാണ്, മുൻപിൻ നോക്കാതെ എടുത്തു ചാടുന്നവരാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുമെന്ന് പറയുമ്പോൾ മുൻപിൻ നോക്കാതെ എടുത്തു ചാടുന്നവരാണ് വിശ്വാസി. മുൻപിൻ നോക്കിയവരൊക്കെ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ചാടണോ വേണ്ടയോ, ചാടണോ വേണ്ടയോ, പള്ളി വരണോ പള്ളി പോണോ, സ്നാനപ്പെടണോ, അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേർ ചുറ്റുമുണ്ട്. അവരവിടെ നിന്നോട്ടെ, നമ്മൾ ചാടി മുങ്ങിയവരാ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചാടിയവരാ. ആമേൻ, സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഈ ജനവും എടുത്തങ്ങ് ചാടി. അതുകൊണ്ടാണ് ഇന്നും ഇവരെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വന്നത്. എടുത്ത് ചാടിയവനെ കുറിച്ച് ലോകം അവസാനത്തോളം സംസാരിക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എടുത്ത് ചാടിയവരെ കുറിച്ച്, ആമേൻ, സ്തോത്രം, യേശു വരുന്നത് വരെ സംസാരിക്കപ്പെടും. ആമേൻ, അതിനൊരു മാറ്റവുമില്ല. ആമേൻ. അങ്ങനെ എടുത്തു ചാടിയ ഒത്തിരി പേരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും ഈ പുസ്തകവും ചുമന്ന് നിൽക്കുന്നത്. ആമേൻ. അങ്ങനെ എടുത്തു ചാടിയ ഒത്തിരി പേർ ഈ ദേശത്തിന് ഉള്ളത് കൊണ്ടാണ്, ആമേൻ, സ്തോത്രം, നമുക്ക് ചിലപ്പോൾ, ആമേൻ, സ്തോത്രം, ഒരു വിവാദമൊന്നും വേണ്ട എങ്കിലും, ആമേൻ, നമ്മൾ ഏകദേശം ഇവിടെ വരുന്നതിന് ശേഷം വീട് വരെയൊക്കെ പോകുമ്പോൾ 7-8 കിലോമീറ്റർ കായലിൻ്റെ കരയിലൂടെയൊക്കെയാണ് പോകുന്നത്. ആമേൻ, സ്തോത്രം. ചില പൊട്ടന്മാരിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കി, ആമേൻ, ദൈവമില്ല, ലോകമില്ല, അങ്ങനെയല്ല, മനുഷ്യരെല്ലാം വേറെ എവിടെ പോവുകയാണെന്ന്. ഞങ്ങൾ കാണുന്ന വഴിയിലൊക്കെ, ആമേൻ, സ്തോത്രം, കർത്താവിൻ്റെ ദാസന്മാരിലൂടെ അനേകർ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നുകൊണ്ടിരിക്കുക. ആമേൻ. അത് കാണാതെ ഒരു ദിവസവും പോകുന്നില്ല. ഏറ്റവും വലിയ ഭാഗ്യകരമായ കാഴ്ച അതാ. ഇന്നും രാവിലെ അത് കൺകുളിർക്കെ കണ്ടിട്ടാ വന്നത്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് തളരുന്ന സാധനമല്ല സഭ. സോഷ്യൽ മീഡിയ വന്നാലോ യൂട്യൂബ് ചാനൽ വന്നാലോ അങ്ങനെ ഒന്ന് സഭ തളർന്നു പോകത്തില്ല. എടുത്ത് ചാടിയവനുള്ളിടത്തോളം, എടുത്ത് ചാടിയ സഹോദരി, എടുത്ത് ചാടിയ സഹോദര, നീ എൻ്റെ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചുവെങ്കിൽ സഭ പൂട്ടി പോകത്തില്ല, നിന്റെ വിശ്വാസം നിന്നു പോകത്തില്ല, നിന്റെ കുടുംബത്തിൽ ദൈവത്തെ സ്വീകരിക്കുവാൻ ആളുണ്ടാകാതെ വരുന്ന ഒരു കാലം അതുണ്ടാകത്തില്ല. യേശുവിൻ നാമത്തിൽ, ഹല്ലേലൂയ. എടുത്തു ചാടിയവൻ അത് കാണും, അതിന് യാതൊരു സംശയവുമില്ല. ആമേൻ. കരയിൽ നിൽക്കുന്നവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കത്തുള്ളൂ. അപ്പൊ നോക്കിയേ, ഈ ജനം ആ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ എത്തി നിൽക്കുകയാണ്. മുൻപിൽ അവർ ആകാംക്ഷയോടെ ആവലോടെ കാത്തിരുന്ന പാലും തേനും ഒഴുകുന്ന ദേശം. അപ്പോൾ ഈ ജനം പോയി. അതിൽ 2 പേർ പാലും തേനും ഒഴുകുന്ന ദേശത്തിലെ സമൃദ്ധിയും കൊണ്ടുവരിക. എങ്ങനെയാ? അവിടെ നിന്നൊരു മുന്തിരി കുലയോടെ പറിച്ചെടുത്ത് ഒരു പത്രക്കടലാസിൽ പൊതിഞ്ഞ് തൂക്കി സഞ്ചിയിലിട്ട് 50 പൈസ കവറിലിട്ട് കൊണ്ടുവന്നു എന്നല്ല. ആമേൻ. വലിയ തടിയൊക്കെ ഈ JCB ഒക്കെ വരുന്നതിന് മുമ്പ് ആൾക്കാർ
രണ്ടുപേർ ചുമന്ന് വന്താണിക്ക് എടുക്കുന്നതെന്ന് പറയും. പാട്ടൊക്കെ പാടി ഏലയ്യ ഏലസ എന്ന് പാട്ടൊക്കെ പാടി വന്താണിക്ക് തടിയെടുക്കുന്നത് പോലെ മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് വരിക. ആമേൻ. തിരിച്ചറിയുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവം ചിലത് തരുമ്പോൾ അത് ഇരിപ്പതായിട്ട് തരും. ആമേൻ. സ്തോത്രം. മരുഭൂമിയിൽ ചവിട്ടി തൊഴിച്ചത് വെറുതെയായെന്ന് പറയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. 40 വർഷം അലഞ്ഞത്, വർഷങ്ങൾ നീ കാത്തിരിക്കേണ്ടി വന്നത്, വർഷങ്ങൾ നീ കരയേണ്ടി വന്നത്, വർഷങ്ങൾ നീ നിലവിളിക്കേണ്ടി വന്നത്, വർഷങ്ങൾ നീ വേദനപ്പെടേണ്ടി വന്നത്, കേൾക്ക് മാതാവേ, വർഷങ്ങൾ നീ നിലവിളിക്കേണ്ടി വന്നത്, കേൾക്ക് സഹോദര, വർഷങ്ങളായി നീ കരയേണ്ടി വന്നത്, കേൾക്കും കുഞ്ഞുമക്കളെ, വർഷങ്ങളായി നിങ്ങളുടെ നിലവിളിയുടെ ആധാരാശാഖ അനുഭവത്തിന് മാറ്റമുണ്ടാക്കാത്തത് വെറുതെയായെന്ന് പറയുവാൻ ഇട വരാത്ത വിധത്തിൽ കനത്തിൽ തന്നെ തരുന്ന ഒരു ദൈവമുണ്ട്. യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന പലതും, ആമേൻ, ശ്രദ്ധിക്കണമേ, ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന പലതും നമുക്ക് പോലും കിട്ടിയെന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണം. ആരെങ്കിലും സഹായിച്ചിട്ട് ആ സഹായം നമുക്ക് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അവർ തന്നെ പറഞ്ഞു തരണം. ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ടേ, ഞാൻ നിനക്ക് വേണ്ടി അതൊക്കെ ചെയ്തിട്ടുണ്ടേ, അല്ലാതെ പോലും ഓർത്തെടുക്കാൻ പറ്റില്ല. ഇതൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരുത്തൻ പിൻപിൽ നിൽക്കുക, പിൻപിൽ നിൽക്കുന്നവൻ്റെ മുൻപിൽ വാഗ്ദത്തം, ആമേൻ, ചുമക്കപ്പെടുകയാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുൻപേ നടക്കുന്നവൻ അവൻ്റെ ശരീരം കൊണ്ട് തിരിച്ചറിയുക ചുമന്നുകൊണ്ടുവരുന്ന വാഗ്ദത്തം. നിന്റെ കണ്ണുകൊണ്ടും ശരീരം കൊണ്ടും ദൈവം നിനക്ക് തരാമെന്ന് പറഞ്ഞത് 2025 നീ പ്രാപിക്കുവാൻ പോകുക. ഉപവാസ പ്രാർത്ഥന 19ാമത്തെ ദിവസം ആവർത്തിച്ച് സഭയെ, എന്നെ കേൾക്കുന്ന പ്രൈസേഴ്സ് കുടുംബാംഗങ്ങളെ, ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, നീ ശരീരം കൊണ്ടും കണ്ടുകൊണ്ടും കണ്ട് അത് അനുഭവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ദൈവം ഇന്നലകളിൽ പറഞ്ഞത് പ്രലോഭനമല്ല, നിന്റെ തലമുറകളെ കുറിച്ച് പറഞ്ഞത് പ്രലോഭന. നിന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞത് പ്രലോഭനമല്ല, നിന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞത് പ്രലോഭനമല്ല, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞത് പ്രലോഭനമല്ല, നിന്റെ നാളെയെ കുറിച്ച് പറഞ്ഞത് പ്രലോഭനമല്ല. കേൾക്ക്, ആമേൻ, എന്റെ ദൈവം പറഞ്ഞത്, ആമേൻ, നിന്റെ ശരീരം കൊണ്ട് നിന്റെ കണ്ണുകൊണ്ട് അനുഭവിക്കുവാൻ കഴിയുന്ന പാകത്തിന്. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. പ്രിയരെ, അങ്ങനെ പ്രലോഭിപ്പിച്ച് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ദൈവം ചിട്ടിക്കമ്പനി ഒന്നും നടത്തുന്നില്ല. ആമേൻ. അതെങ്കിലും തിരിച്ചറിയുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ചിട്ടി കെട്ടിയിട്ടല്ല ദൈവം നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, തിരിച്ചറിയുക. ദൈവം തരേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായി തക്ക സമയത്ത് തരും. നോക്കൂ, ആ ചുമലിലിരിക്കുന്ന 2 പ്രഭുക്കന്മാരുടെ ചുമലിലിരിക്കുന്ന ആ മുന്തിരിക്ക് ഒരു 3 മെസ്സേജ് നമ്മോട് പങ്കുവയ്ക്കുവാനുണ്ട്. ആമേൻ. സ്തോത്രം. ഒന്നാമത്തെ മെസ്സേജ് എന്താണ്? ആ മുന്തിരി കുലയോടെ ആ ചുമലിലായിരിക്കുന്ന മുന്തിരി വിളിച്ചു പറയും. ആമേൻ. ഈ സ്തോത്രം, സ്തോത്രം, ഈ മുന്തിരി കുലയ്ക്ക് പറയുവാനുള്ള മെസ്സേജ്, ആമേൻ, ക്ഷീണിച്ചു പോയ, തളർന്നു പോയ, ആമേൻ, 30 ലക്ഷം ഉന്മേഷം പ്രാപിക്കുന്ന ഒരു മെസ്സേജ്. ആമേൻ. മനസ്സിലായില്ലേ? ആമേൻ. മരുഭൂമിയിൽ ഒരു 30 ലക്ഷം ഉണ്ട്. അവരുടെ കണ്ണായിട്ടാണ് ഈ 12 പേർ എസ്കോൽ താഴ്വരയോളം വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നു കയറിയത്. അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് പറയുന്നൊരു മെസ്സേജ് ആ മുന്തിരിക്കുലയ്ക്ക് കൊടുക്കുവാനുണ്ട്. ആമേൻ. മരുഭൂമിയിലായിരിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ, ആമേൻ, ഒത്തിരി കഷ്ടങ്ങളിലൂടെ, ഒത്തിരി പ്രതിസന്ധികളിലൂടെ ആയിരിക്കുമ്പോൾ തിരിച്ചറിയ്, നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ചുമലിലിരിക്കുന്ന മുന്തിരിക്കുലയ്ക്ക് വിളിച്ചു പറയുവാനുണ്ട്, നീ കാത്തിരിക്കുന്നത് വെറുതെയല്ല, നീ ഇറങ്ങി തിരിച്ചത് വെറുതെയല്ല, നീ ദൈവത്തിന്റെ ശബ്ദം കേട്ടത് വെറുതെയല്ല, നീ മരുഭൂമിയുടെ കഷ്ടത അനുഭവിച്ചത് വെറുതെയല്ല. അത് ചുമക്കുവാനുള്ളത് എൻ്റെ ദൈവം നിനക്കായി ഒരുക്കി. ഓ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. അതേ, തളർന്നു പോയ നീ ഉന്മേഷം പ്രാപിച്ചു മുന്നേറുവാൻ വേണ്ടത് കനത്തിൽ എൻ്റെ ദൈവം നിന്റെ കരങ്ങളിൽ തരും. ഹല്ലേലൂയ. അവൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്നുകൂടെ ഉന്മേഷം പ്രാപിച്ച് എഴുന്നേൽക്കുവാനുള്ളത് എൻ്റെ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തരും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പലരും തളർന്നു പോയി, പലരുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി, പലരുടെയും പ്രത്യാശകളൊക്കെ പോയി, വിശ്വാസമൊക്കെ പോയി. ആമേൻ. ആ മുന്തിരിക്കുല വിളിച്ചു പറയും, അതെ, നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടേണ്ട, കനത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ.
നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്നത് ആമേൻ സാധ്യമാകുമെന്ന പ്രതീക്ഷയ്ക്ക് ഉറപ്പ് നൽകുന്നത് നിങ്ങളുടെ കരങ്ങളിൽ എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ തരും. ആമേൻ. അത് കണ്ട് ആമേൻ ഈ 31 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നീ എഴുന്നേൽക്കും യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ആമേൻ. അപ്പോൾ രണ്ടാമത്തെ മെസ്സേജ് എന്താണ്? അവിശ്വാസികൾ ലജ്ജിച്ച് നഷ്ടപ്പെട്ടവരായി മാറുമെന്ന ആ മെസ്സേജ്. ആമേൻ. ചാടിയിട്ടും എങ്ങോട്ടാണെന്നറിയാതെ ആമേൻ സ്തോത്രം ചിലതിലൊക്കെ പിടിച്ചു കിടക്കുന്ന ചില ടീംസ് ഒക്കെ ഉണ്ട്. ആമേൻ. ആമേൻ. ആ 10 പേർ ആമേൻ ആമേൻ സ്തോത്രം എന്ത് കേട്ടാലും എന്ത് കണ്ടാലും എന്ത് പറഞ്ഞാലും ചിലരങ്ങനെയാ, ചിലതിൽ പിടിച്ചങ്ങ് കിടക്കും. ആമേൻ. ചാടിയതൊക്കെ ഉള്ളതാ, ചാടി പക്ഷേ ആമേൻ ചിലതിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുക. ആമേൻ. അവരെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ മെസ്സേജ് എന്താണ്? ആമേൻ. മോശ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത് ദൈവം നൽകും. ആമേൻ സ്തോത്രം. ആമേൻ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആമേൻ. ദൈവം ഞങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ് അത് നിങ്ങളോട് അറിയിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ വിശ്വസ്തനാണ് എൻ്റെ ദൈവം. ഞാൻ ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങി അന്നു മുതൽ ഇന്ന് വരെ എപ്പോൾ ഭാരം വന്നാലും, എപ്പോൾ നിരാശ വന്നാലും, എപ്പോൾ ക്ഷീണം വന്നാലും, ഓരോ സമയത്തും ഇതുപോലെ മുന്തിരിക്കുലകളെ ചൂണ്ടിയിട്ട് എൻ്റെ ദൈവം വിളിച്ചു പറയും, നോക്ക് നീ പറഞ്ഞത് ആമേൻ, നീ കേട്ടത്, നിന്നിലൂടെ ഞാൻ അരുളി ചെയ്തത് ആമേൻ, അത് വെറുതെയായി തീരാതിരിക്കുവാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. ആമേൻ. യേശുവിൻ നാമത്തിൽ. അതേ മാതാവേ, പിതാവേ, നീ ആമേൻ നിന്റെ കുടുംബത്തിന്റെ മോശയാ. ആമേൻ. സഹോദര, നീ ആയിരിക്കുന്ന സ്ഥാനത്തിന്റെ മോശയാ. നീ സഹോദരി, നീ നിനക്കൊപ്പമായിരിക്കുന്നവരുടെ മോശയാ. നീ പലതും വിളിച്ച് പറയുക. ആമേൻ. നീ പലതും കേൾക്ക്. നീ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ മുന്തിരിക്കുല വിളിച്ചു പറയുക, മോശേ നീ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ നീ പറഞ്ഞത്, നീ ദൈവത്തിന്റെ നാമത്തിൽ പറഞ്ഞത് നിനക്കൊപ്പമായിരിക്കുന്നവർക്ക് വേണ്ടി കൈമാറിയ ദൈവത്തിന്റെ ആലോചനകൾ അത് ആമേൻ വൃഥാവായി നീ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഇത് പറയുമ്പോൾ മോശയും ഈ ജനത്തിനൊപ്പം മരുഭൂമി ചവിട്ടി തൊഴിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മോശ ചവിട്ടി തൊഴിക്കുന്നതോ ജനം ചവിട്ടി തൊഴിക്കുന്നതോ ഒന്നുമല്ല ദൈവത്തിൻ്റെ വിഷയം. നീ ദൈവത്തിനൊപ്പം ഉണ്ടോ? ആമേൻ. ഹല്ലേലൂയ. നീ ദൈവത്തിനൊപ്പം ഉണ്ടോ? ആര് ചവിട്ടുന്നതും ആര് തൊഴിക്കുന്നതും കാലകണക്കുകളും ആമേൻ ദിവസങ്ങളുടെ വലിപ്പവും നീണ്ട കാലാവധി ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട. നിശ്ചയമായും ദൈവം പറഞ്ഞത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. അവിടെ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ആമേൻ. മോശ എസ്കേൽ താഴ്വരയിൽ നിന്ന് കൊണ്ടുവരുന്ന മുന്തിരിക്കൊല കണ്ട് അഭിമാനത്തോടെ 30 ലക്ഷത്തിന് മുമ്പിൽ നിൽക്കുക. എന്നോട് ദൈവം പറഞ്ഞത് കണ്ടോ, അവിടെ ഇതൊക്കെയുണ്ട്, ഇങ്ങനെയാണ്. എന്നാൽ ജനം അത് പ്രാപിക്കുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പറയുന്നവനേക്കാൾ കേട്ട് വിശ്വസിക്കുന്ന നീ പ്രാപിക്കും, അത് ഉറപ്പാണ്. മോശ കണ്ടതേ ഉള്ളൂ, ജനം അനുഭവിക്കുവാൻ പോകുക. ഞങ്ങൾ പലതും കണ്ടതേ ഉള്ളൂ, നിങ്ങളത് അനുഭവിക്കുവാൻ പോകുക. ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ അവൻ അയച്ച് എവിടെയൊക്കെ ഞങ്ങൾ കാൽ വെച്ചോ, ഞങ്ങൾ കണ്ടിട്ടുള്ളതിലും ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളതിലും അപ്പുറം എൻ്റെ ദൈവം അവിടങ്ങളിൽ ചെയ്തുവെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഭയെ, പ്രിയപ്പെട്ടവരെ കേൾക്ക്. ഞങ്ങൾ കാണുന്നതിലപ്പുറമായി നിങ്ങളെ അത് അനുഭവിക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയേ, ആ രണ്ടാമത്തെ മെസ്സേജിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ തന്നെ ഒപ്പമായിരുന്നാട്ടെ. പതിവ് പോലെ വലിയ കൂട്ടത്തിന് പറ്റിയ അമളി. വലിയ കൂട്ടവും ചെറിയ കൂട്ടവും 12 പേർ. അതിൽ 10 പേർ ഒരു വലിയ കൂട്ടമായി, 2 പേർ ഒരു ചെറിയ കൂട്ടമായി. 10 പേർ ഒരു വലിയ കൂട്ടമായി, 2 പേർ ഒരു ചെറിയ കൂട്ടമായി. ആമേൻ. നോക്കൂ, ഇത് വാഗ്ദത്തമാണ്. ഇത് വാഗ്ദത്തത്തിന്റെ കാലമാണ്. ഇത് വാഗ്ദത്തത്തിന്റെ നാളുകളാണ്. ആമേൻ. തിരിച്ചറിയണമേ, ഈ ജനം വാഗ്ദത്തം കണ്ടു. 12 പേരും വാഗ്ദത്തം കണ്ടു. വചനം പറയുന്നു 2 പേർ വാഗ്ദത്തം അനുഭവിച്ചു, 10 പേർ വാഗ്ദത്തത്തിൽ നിന്ന് തള്ളപ്പെട്ടു പോയി. ആമേൻ. സ്തോത്രം. ഈ ഭാഗങ്ങൾ ഒത്തിരി നിങ്ങൾ ധ്യാനിച്ചിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നില്ല. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, എന്താണ് ഈ വലിയ കൂട്ടത്തിന് സംഭവിച്ചത്? നമ്മൾ പലപ്പോഴും വലിയ കൂട്ടത്തിന്റെ വക്താക്കളായി മാറാറുണ്ട്. ആമേൻ. ഈ വലിയ കൂട്ടത്തിന് പറ്റിപ്പോയത് അവർ വാഗ്ദത്തം കാണുന്നതിന് പകരമായി ദേശത്തിലെ പ്രശ്നങ്ങളെ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എപ്പോഴാണ് നമ്മൾ ഈ വലിയ കൂട്ടമായി മാറുന്നത്? ആമേൻ. വലിയ കൂട്ടത്തിന്റെ ഒരു പ്രത്യേകത, അവർ ഭയങ്കര
ബുദ്ധിമാന്മാരുടെ കൂട്ടമാണ്. അവർ എല്ലാ ജ്ഞാനവുമുള്ളവരാണ്. ഒരു കാര്യം കിട്ടിയാൽ അതിൻ്റെ A to Z ആമേൻ കാര്യങ്ങൾ അറിയാമെന്നുള്ളവരാണ്. ആ വലിയ കൂട്ടമെല്ലാം അങ്ങനെ ആമേൻ വീണിട്ടും പിടിച്ചു തൂങ്ങിക്കിടക്കുക. ആമേൻ ചില അറിവുകളിൽ പിടിച്ചു തൂങ്ങിക്കിടക്കുക. ആമേൻ ചെറിയ കൂട്ടം എപ്പോഴും മണ്ടന്മാരുടെ കൂട്ടമാണ്. ചെറിയ കൂട്ടം എപ്പോഴും ബുദ്ധിഹീനന്മാരുടെ കൂട്ടമാണ്. ആമേൻ ദൈവത്തിന് ഫോഷന്മാരെയും ബുദ്ധിഹീനന്മാരെയും മാത്രമേ ആവശ്യമുള്ളൂ. ആമേൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ A to Z അഴിച്ചു പണിയുന്നവരൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ജ്ഞാനികളെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ജ്ഞാനികളെ ലോകത്തിന് ആവശ്യമുണ്ടായിരിക്കാം. ജ്ഞാനികൾ ഒരു വശത്ത് നിന്ന് ആമേൻ ആമേൻ ഘോരഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ദൈവം 1 ആണോ 3 ആണോ 4 ആണോ, ദൈവം എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത് കിടക്കുന്നത്. ആമേൻ ആ ജ്ഞാനികളെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യം ചാടാൻ പറയുമ്പോൾ ചാടാൻ പറയും കേൾക്കും. ഓ സ്തോത്രം, ചാടാൻ തയ്യാറാകുന്നവരെ. ആമേൻ സ്തോത്രം. നോക്കിയേ ആ 2 പേരിലേക്ക്, ആമേൻ ചെറിയ കൂട്ടത്തിലേക്ക്, ആമേൻ അവർ വാഗ്ദത്തം കണ്ടു. ഈ വലിയ കൂട്ടമോ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കണ്ടു. ആമേൻ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളിവിടെ നിന്ന് വേറൊരു യൂണിവേഴ്സിൽ കൊണ്ടുപോയി ഒരു പ്രശ്നങ്ങളുമില്ലാത്തൊരു ലോകത്ത് നമുക്കത് തരുമെന്നല്ല. ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്നത് മുതൽ നമ്മളെ കരയിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും സ്ട്രെസ് അടുപ്പിക്കുകയും നമ്മൾ വല്ലാത്ത അനുഭവത്തിലൂടെ കൊണ്ടുപോകുന്ന വൃത്തികെട്ട ലോകമാണ് ഈ ലോകം. ആമേൻ. ഈ ലോകത്തിലാണ് ദൈവം തരാമെന്ന് പറയുന്നത്. ഈ വൃത്തികെട്ട ലോകം നമുക്ക് എന്തെങ്കിലും തരാമെന്ന് പറയുന്നത് കേട്ട് ഓടിപ്പോകത്തോ ഒഴിഞ്ഞു പോകത്തോ ഒന്നുമില്ല. ഈ ലോകം എങ്ങനെ തന്നെ അവിടെ കാണും. അതിൻ്റെ ജോലി അത് ചെയ്തുകൊണ്ടേയിരിക്കും. ആമേൻ. ഈ ലോകത്തിൻ്റെ ജോലി അത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മളെ കരയിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മളെ സ്ട്രെസ്സിന് അടിപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമുക്ക് ടെൻഷൻ തന്നുകൊണ്ടിരിക്കും, നമ്മളെ പ്രഷർ കയറ്റിക്കൊണ്ടിരിക്കും. ആമേൻ സ്തോത്രം. വാഗ്ദത്തം കേട്ടവൻ ആമേൻ ഈ ലോകത്തിൻ്റെ സ്വഭാവത്തെ അല്ല നോക്കുവാനുള്ളത്, വാഗ്ദത്തത്തെ നോക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം നിങ്ങളുടെ നോട്ടം വാഗ്ദത്തത്തിലേക്ക് മാത്രമായിരിക്കണം. എന്ത് കേൾക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വരുവാനുള്ളത് ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം എനിക്കിന്ന് പ്രാപിക്കണം. ആ വാഗ്ദത്തത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ആമേൻ. അല്ലാതെ ചുറ്റുപാടുകളെയും മനുഷ്യരെയും നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഈ വലിയ കൂട്ടത്തിന് പറ്റിയതാണ്. നോക്കിയേ, സംഖ്യാപുസ്തകം 13-ാം അധ്യായം 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. 13-ാം അധ്യായം നിങ്ങൾ മടക്കി ബൈബിളിൽ വച്ചിരിക്കുക, വീട്ടിൽ ചെന്നിട്ട് വായിച്ചു നോക്കുക. നോക്കൂ, 13-ാം അധ്യായം 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഈ വലിയ കൂട്ടം കണ്ട കാര്യങ്ങളാണ്. അവിടെ ചുരുക്കമായി പറഞ്ഞു മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്നാമതായി ഈ ജനം, ഈ വലിയ കൂട്ടം ബലവാന്മാരെ കണ്ടു. എവിടെ? വാഗ്ദത്തമായി ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ ദേശത്തിൽ അന്ന് പാർത്തുകൊണ്ടിരുന്ന ബലവാന്മാരെ കണ്ടു. ആമേൻ. നമ്മളൊരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഓഫർ ചെയ്തു എന്ന് വിചാരിച്ചോ? ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളോട് ദൈവം പറയുക, പലരും പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കും, പല രാജ്യങ്ങളിൽ നിന്നും പല ജോലികൾ ചെയ്യുന്നവരൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും, അവിടെ മാനിക്കാം, അവിടെ വാഗ്ദത്തമുണ്ട്, അവിടെ വർദ്ധിപ്പിക്കാം, അടുത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ പല ആലോചനകൾ പറയാറുണ്ട്. ആലോചനകൾ കൈമാറുമ്പോൾ പലരും പെട്ടെന്ന് അവർ തുറന്നു തന്നെ പറയും. മറ്റു ചിലർ അകത്ത് വെച്ച് പറയുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയും. ആമേൻ. ശ്രദ്ധിക്കണമേ, എന്നെക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവന്മാരാണ് ഇതിനകത്തുള്ളത് മുഴുവൻ. ഞാൻ എങ്ങനെയോ പിടിച്ച് കടിച്ചു തൂങ്ങി കിടക്കുന്നു. കടിച്ചു തൂങ്ങി കിടക്കാൻ പറ്റുന്നതന്നെ വലിയ കാര്യം. അപ്പോഴാണ് പ്രമോഷൻ. ആമേൻ. അപ്പോഴാണ് ഉയർച്ച. എല്ലാവന്മാരും കിടിലങ്ങളാണ്, എല്ലാവരും നല്ലവന്മാർ, എല്ലാവരും കഴിവുള്ളവന്മാർ. ഞാനൊരു കഴിവൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ടവൻ. എന്നെയാണ് ദൈവം ഉയർത്താമെന്ന് പറയുന്നത്. ആമേൻ. അതല്ലേ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരുന്ന ചിന്ത. നേരെ വണ്ണം ഒരു രാത്രി ഒന്ന് കിടന്നുറങ്ങാൻ പറ്റാത്ത എനിക്കാണ് ദൈവം ഈ സ്വർഗീയ സന്തോഷങ്ങളെല്ലാം തരാമെന്ന് പറയൂ. പിന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു രസമുണ്ട്, കേട്ടോണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് കേട്ടോണ്ടിരിക്കുന്നവരുണ്ട്. ആമേൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ. ഈ ലോകത്തിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല ദൈവം ഉയർത്തുന്നത്. ആമേൻ. ലോകത്തിലെ ദേശത്തിലെ ബലവാന്മാരെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യവുമില്ല. മറന്നു പോകരുത്. ആമേൻ. ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല മോശയെയും ദാവീദിനെയും യോസേഫിനെയും ദൈവം ഉയർത്തിയത്. ആമേൻ. മോശയുടെ ക്വാളിഫിക്കേഷൻ എന്താ? ദാവീദിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഇസ്രായേലിനെ ഭരിക്കുവാനുള്ള ദാവീദിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? ആടുകളുടെ ബേക്ക് കാട്ടവും വാരിക്കൊണ്ട് നടന്നതാണോ ക്വാളിഫിക്കേഷൻ? ആമേൻ. യോസേഫിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? സ്വന്തം സഹോദരങ്ങൾക്ക് പോലും വേണ്ടാത്തവനായി കാരാഗ്രഹത്തിനകത്ത് കിടന്നു എന്നുള്ളതാണോ ക്വാളിഫിക്കേഷൻ? മോശയുടെ ക്വാളിഫിക്കേഷൻ എന്താ? അവസാന സമയം മോശ എന്ന് പറയുന്നുണ്ട്, കർത്താവേ ഈ ആടുകളുടെ മേക്കെ, ഈ ആടുകളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ആമേൻ. ആടുകൾക്ക് നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാവത്തില്ല. 40 വർഷം ആടുകളുടെ മേക്കെ നടന്നപ്പോൾ മിസ്രയീമിലെ ജ്ഞാനം മുഴുവൻ ആമേൻ പഠിച്ച് ആമേൻ അത് ലോകത്തോട് വിളിച്ചു പറയുവാൻ പ്രാഗൽഭ്യമുണ്ടായിരുന്ന മോശയുടെ വായിന്ന് അവസാനം പിന്നെ മേമേ എന്ന് മാത്രമേ വരത്തുള്ളൂ. ആമേൻ.
എപ്പോഴും ആടുകളുടെ പിന്നാലെ അല്ലേ, വേറെ വല്ലതും പറയാനുണ്ടോ? അതുകൊണ്ടാണ് മോശ പറഞ്ഞ, കർത്താവ് എൻ്റെ നാവൊക്കെ അടിച്ചു പോയി, ഇപ്പോൾ ആട്ടിൻ്റെ നാവ് പോലെയായി. ആട്ടിൻ്റെ നാവാണ് തടിച്ച നാവ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ആട്ടിനെ തല്ലി കൊന്നിട്ട് നാക്ക് വെളിയിലെടുത്ത് കടയിൽ മുമ്പ് വെച്ചിരിക്കുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഉമ്മരിക്ക് കൊലപാതകം ചെയ്താൽ പോലെ ഇത് നമ്മളെ കൂടെ കാണിപ്പിക്കുകയും വേണം. ആമേൻ. അപ്പോൾ നോക്കിയാ, അങ്ങനെ തടിച്ചുപോയ നാവുള്ളവനായി തീർന്നു മോശ. ആമേൻ. നേരാമണ്ണ 2 വാക്ക് പറയാൻ പറ്റാത്തവൻ. ആ മോശയാ ദൈവം 30 ലക്ഷത്തിൻ്റെ രാജാവാക്കി മാറ്റിയത്, 30 ലക്ഷത്തിൻ്റെ ലീഡറാക്കി മാറ്റിയത്. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു ദൂത് വിളിച്ചു പറയട്ടെ, നിന്റെ നാവും നിന്റെ വാക്കും, ആമേൻ, നിന്റെ ചിന്തയും നിന്റെ ക്വാളിഫിക്കേഷനും അലമാരയ്ക്കകത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ വലിപ്പവുമല്ല, സമർപ്പണമുണ്ടോ നിന്നെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ സന്നിധിയിൽ നീ സമർപ്പിക്കുവാൻ തയ്യാറാണോ? ഞാൻ ഏതുമില്ല കർത്താവേ, ഞാൻ ഒന്നുമില്ല കർത്താവേ, ഈ ലോകത്തിന്റെ അറിവുകളോ ഈ ലോകത്തിന്റെ ക്വാളിഫിക്കേഷനോ എനിക്ക് വേണ്ട. എനിക്ക് അങ്ങയുടെ പാദത്തിൽ അവിടെ ഒരു ഇടം മതിയെന്ന്, അങ്ങയുടെ വാക്കിന് കീഴെ എനിക്ക് നിന്നാൽ മതിയെന്ന്, അങ്ങയുടെ ഇഷ്ടത്തിനായി എനിക്ക് ജീവിച്ചാൽ മതിയെന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് തയ്യാറാണോ? പ്രിയ മക്കളെ, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ഏറ്റവും ഉന്നതമായി നിങ്ങളെ ഉയർത്തുവാൻ, ആമേൻ, മോശയുടെ ദൈവം, ദാവീദിന്റെ ദൈവം, യോസേഫിന്റെ ദൈവം ഇന്നും ഇന്നും ആ ദൈവം മരണപ്പെട്ട് മൺപറഞ്ഞു പോയിട്ടില്ല. കേൾക്ക്, നിന്റെ തലമുറകളെ എന്റെ ദൈവം ഉയർത്തും, നിന്റെ ഭർത്താവിനെ എന്റെ ദൈവം ഉയർത്തും, നിന്നെ എന്റെ ദൈവം ഉയർത്തും, നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്തും, നിന്റെ സഭയെ ദൈവം ഉയർത്തും, നിന്റെ ശുശ്രൂഷയെ ദൈവം ഉയർത്തും. ദേശത്തിലെ അവൻ ബലവാന്മാരെ നീ നോക്കണ്ട, ദേശത്തിലെ ശക്തന്മാരെ നീ നോക്കണ്ട, ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങുമ്പോ അവൻ നിന്റെ റാങ്ക് നീ നോക്കണ്ട, നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ ബലവാന്മാരെ നോക്കി നടക്കാൻ അവൻ നോക്കൂ. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോളണമേ. യഹോവ ഗിദെയോനോട്, നക്കിക്കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കും. ആമേൻ. മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ശേഷം ജനമൊക്കെയും താൻ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഗിദെയോൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇറങ്ങിത്തിരിച്ചു. ഗിദെയോനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഗിദെയോൻ യുദ്ധം ചെയ്യണം. ഗിദെയോൻ അങ്ങനെ സ്ട്രോങ് ആയി 30,000 പേരെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? യുദ്ധം ചെയ്യാൻ വേണ്ടി. 30,000 പേരെയും കൊണ്ട് ഗിദെയോൻ ഇങ്ങനെ പോവുകയാണ്. ഇപ്പം ശരിയാക്കി കൊടുക്കാം. ആ 30,000-ൽ നിന്ന് ദൈവം സോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ആ 30,000-നെ 20,000 ആക്കി, 20,000-നെ 10,000 ആക്കി, 10,000-നെ ആമേൻ 300 ആക്കി മാറ്റി. അപ്പം നിങ്ങൾ വിചാരിക്കും ഏറ്റവും ശക്തന്മാരായ 300-നെ ദൈവം തിരഞ്ഞെടുത്തു എന്ന്. ആമേൻ. വെള്ളം നക്കി കുടിക്കുന്ന, നായ നക്കി കുടിക്കുന്നത് പോലെ നക്കി കുടിക്കുന്ന, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദാഹിച്ച വെള്ളം കിട്ടാത്ത 300 വായി നോക്കിയുള്ള ദൈവം തിരഞ്ഞെടുത്തു. നക്കി കുടിക്കുന്നത് എപ്പോഴോ? ആർത്തിമൂത്ര. ഈ കുറേ ദൂരം വെള്ളമൊന്നുമില്ലാതെ നമ്മളൊന്ന് നടന്നിട്ട്, പണ്ട് ഞങ്ങൾ സ്കൂൾ കെട്ടിയത് സിനിമയ്ക്കൊക്കെ പോയിട്ട് സൈക്കിൾ ചവിട്ടി കുറേ ദൂരം പോരുമ്പോൾ ഒരു പൈപ്പ് കാണും. ആമേൻ. ആ പൈപ്പിലൊന്ന് വെള്ളം കുടിക്കുന്നത് ഇതേ രീതിയിലാണ്, പട്ടി കുടിക്കുന്നത് പോലെ. ആ കൈയൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ആ ശരീരത്തിൻ്റെ ഒരു ഇതങ്ങ് മാറി കിട്ടണം. ആമേൻ. ദാഹിച്ച വെള്ളം കിട്ടാത്ത 300 എണ്ണത്തിനെ തിരഞ്ഞെടുത്തിട്ടാണ് കടൽ തീരത്തെ മണൽ പോലെ ഇറങ്ങി വന്ന മിദ്യാന്യ സൈന്യത്തെ ദൈവം തകർത്തത്. ആമേൻ. ദേശത്തിലെ ബലവാന്മാരുടെ ബലമല്ല നിന്റെ ജയത്തിന് അടിസ്ഥാനം, നിന്റെ ഉയർച്ചയ്ക്ക് അടിസ്ഥാനം. ആമേൻ. ദൈവം തന്ന വാഗ്ദത്തമാ. നിന്നെ ഉയർത്താമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ലോകം ആമേൻ ഒഴിവാക്കിയ നിന്നെ മതി എന്റെ ദൈവത്തിന്. ലോകത്തിന്റെ കണക്കുകൂട്ടലുകളിൽ പെടാത്ത ലോകത്തിന്റെ ക്വാളിഫിക്കേഷൻ അകത്ത് കയറാൻ പറ്റാത്ത നിന്നെ മതി എന്റെ ദൈവത്തിന്. ആമേൻ. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. രണ്ടാമതായി ഇവന്മാർ കണ്ടത് എന്താ? വലിപ്പമുള്ള പട്ടണം. ഇവന്മാർ നോക്കിയപ്പോൾ പട്ടണം മുഴുവൻ ഭയങ്കര വലിപ്പമുള്ള, സ്തോത്രം, ബലമുള്ള പട്ടണങ്ങൾ. അവർ പേടിച്ചു പോയി. ആരായാലും പേടിച്ചു പോകും. പക്ഷേ അവരൊന്നും മറന്നുപോയ കാര്യമുണ്ട്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ജനം ആർപ്പിട്ടപ്പോൾ യെരിഹോവെന്ന അന്നത്തെ ഏറ്റവും ശക്തമായ പട്ടണവും പട്ടണ മതിലും വീണു. ആമേൻ. ദൈവത്തിൻ്റെ ജനമേ, നീ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ചില പട്ടണങ്ങൾ നിന്നെ ഭയപ്പെടുത്തുമ്പോൾ, ചില ദേശങ്ങൾ നിന്നെ ഭയപ്പെടുത്തുമ്പോൾ നീ തിരിച്ചറിയേ, നിന്റെ ഒരു സ്തുതിക്ക് മുമ്പിൽ നിൽക്കത്തില്ല. ആമേൻ. നീ ഒന്ന് വേണമെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാൽ, നീ വേണമെന്ന് പറഞ്ഞൊന്ന് ആരാധിച്ചാൽ, നീ വേണമെന്ന് പറഞ്ഞ് ദൈവ
ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലിൽ നിന്നാൽ നിന്റെ ഒരു സ്തുതിക്ക് മറുപടി പറയത്തില്ല ബലവാന്മാരുടെ പട്ടണങ്ങൾ. നിന്റെ ഒരു സ്തുതിക്ക് മറുപടി പറയത്തില്ല ശക്തന്മാരുടെ പട്ടണങ്ങൾ. നിന്റെ ഒരു സ്തുതിക്ക് യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആമേൻ. ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, സ്തുതിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന നീ ആമേൻ ശക്തന്മാരുടെ പട്ടണങ്ങളെ അവകാശമാക്കും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ബലവാന്മാരുടെ പട്ടണങ്ങളെ, ബലവാന്മാരുടെ ദേശത്തെ നീ അവകാശമാക്കും. നിന്റെ കുടുംബം അവകാശമാക്കും യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. നോക്കണമേ, അടുത്ത് മൂന്നാമതായി ആമേൻ ജാതികൾ. ആമേൻ. വ്യത്യസ്തരായ ആ 4 ജാതികളെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവർ ഭയപ്പെട്ടത് ഈ 4 ജാതികളെ കണ്ടിട്ടാ. ആമേൻ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഈ ജാതികളുടെ പ്രത്യേകത എന്താ? ഒന്നാമതായി അവർ കണ്ട ജാതി ഹിത്യരാണ്. ഹിത്യൻ എന്ന വാക്കിന്റെ അർത്ഥം ചന്ദ്രക്കല എന്നാണ്. ചന്ദ്രക്കല ആരാധന ബിംബമായിട്ടുള്ള ഒരു ജനത്തെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? ആമേൻ. തിരിച്ചറിയുവാൻ കഴിവുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർ ആ ഒരു രാജ്യത്താണ് പോയി കിടന്ന് ആമേൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഈ രാജ്യത്ത് എന്നെ കൊണ്ടുവന്നേ, ഇവിടെ കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്നതാണ്, ഈ നിലവിളിക്കുകയാണ്. അവിടെ പോയപ്പോൾ ഈ കല മാത്രമേ കാണാനുള്ളൂ, ചന്ദ്രക്കല മാത്രമേ അവന്മാർക്ക് കാണാനുള്ളൂ. അങ്ങനെ കേട്ട് കരയുന്ന സഹോദര സഹോദരി കേൾക്ക്, അവിടെ കിടന്ന് പട്ടി മോങ്ങും പോലെ മോങ്ങാനല്ല എൻ്റെ ദൈവം നിന്നെ അയച്ചത് ആ ജാതികളുടെ നന്മ കൈവശമാക്കുവാൻ വേണ്ടിയാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ നിന്നെ അയച്ചത് ആമേൻ അവിടെ കിടന്ന് നിലവിളിക്കുവാനും കരയുവാനുമല്ല, ആ ദേശത്തിലെ ആ രാജ്യത്തെ നന്മ അനുഭവം. യേശുവിൻ നാമത്തിൽ നോക്കൂ. സ്തോത്രം. ആമേൻ. ആ ദേശത്തെ ആമേൻ സ്തോത്രം. ആ ദേശത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. ആമേൻ. തീർന്നില്ല. 26:1 ആ ദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ദേശം ഫെലിസ്ത്യ ദേശം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് ഹിസ്ത്യ ദേശമല്ലേ? ഹിത്യരും ഫെലിസ്ത്യരും തമ്മിൽ എന്താണ് ബന്ധം? ആമേൻ. ഹിത്യൻ ആമേൻ ചന്ദ്രക്കലയെ ബിംബമാക്കി ആരാധിക്കുന്നു, ഫെലിസ്ത്യനും ചന്ദ്രക്കലയെ ബിംബമാക്കി ആരാധിക്കുന്നു. ആ ദേശത്തിലും ഈ ദേശത്തിലും വാണരുളുന്ന ശക്തി ഒന്ന് തന്നെ. ഓ താങ്ക് യു ലോർഡ്. അവരുടെ മേലും വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം ഒന്ന് തന്നെ. ആമേൻ. അവരുടെ നന്മ അവർക്ക് കൊയ്യുവാൻ കഴിയാത്തത് കൊയ്യുവാൻ നിന്നെ ചില സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം അയച്ചിരിക്കുന്നു. അവരിലെ ശക്തന്മാരെ കണ്ട്, അവരിലെ ബലവാന്മാരെ കണ്ട് നീ ഭയപ്പെടേണ്ട. അവർക്ക് മുമ്പിൽ മുട്ടുകുത്തുവാനല്ല, അവർക്ക് മുമ്പിൽ തലകുനിക്കുവാനല്ല, അവരുടെ നന്മ കൈവശമാക്കുവാൻ എൻ്റെ ദൈവം. ഓ ആമേൻ. അയക്കപ്പെട്ട സ്ഥാനത്ത് ഒരു കൊയ്ത്തുണ്ട്. യെസ്. ഹല്ലേലൂയ. രണ്ടാമതായി അവർ ഭയപ്പെട്ട ജനം യെബൂസ്യർ. യെബൂസ്യർ എന്ന വാക്കിന്റെ അർത്ഥം സമരോത്മുഖർ എന്നാണ്. ആമേൻ. ആമേൻ. സ്തോത്രം. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, എന്ത് പറഞ്ഞാലും പ്രശ്നം, ഏത് പറഞ്ഞാലും പ്രശ്നം, ചിരിച്ചാ പ്രശ്നം, കരഞ്ഞാ പ്രശ്നം, സംസാരിച്ചാ പ്രശ്നം, സംസാരിച്ചാതിരുന്നാ പ്രശ്നം, മിണ്ടിയാ പ്രശ്നം, മിണ്ടാതിരുന്നാ പ്രശ്നം, അങ്ങോട്ട് നോക്കിയാ പ്രശ്നം, ഇങ്ങോട്ട് നോക്കാതിരുന്നാ പ്രശ്നം എന്ന് വേണ്ട ലോകത്തിലെല്ലാം പ്രശ്നം, കാണുന്നതിനെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന ആമേൻ സ്തോത്രം ചില വ്യക്തികൾ നമുക്ക് ചുറ്റും കാണും. ആമേൻ. ചില സഹോദരിമാർ പറയും എൻ്റെ ഭർത്താവിനെല്ലാം പ്രശ്നമാണ്, ചില സഹോദരന്മാർ പറയും എൻ്റെ ഭാര്യയ്ക്കെല്ലാം പ്രശ്നമാണ്, എന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും പ്രശ്നമാണ്. ചില മക്കൾ പറയും എൻ്റെ അപ്പനും അമ്മയ്ക്കും എല്ലാം പ്രശ്നം, ഞാൻ എന്ത് ചെയ്താലും ഞാൻ എങ്ങോട്ട് പോയാലും അതെല്ലാം പ്രശ്നം. ആമേൻ. സമരോന്മുഖരായി നിൽക്കുന്നവർ, എപ്പോഴും ഒരു പോരിന് വേണ്ടി നിൽക്കുക, വാ നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്നവർ. ആമേൻ. നമ്മളാണെങ്കിൽ ഇട്ടിട്ടോടിക്കളെ, അയ്യോ കർത്താവ് ഇതൊന്നും പറ്റത്തില്ല. ആമേൻ. ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ആമേൻ. അതിനാണ് കർത്താവ് നിന്നെ അയച്ച്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ആമേൻ സ്തോത്രം. അവൻ യുദ്ധവീരൻ. ആമേൻ. അവൻ സമരോന്മുഖനായി കൂടെ ഉണ്ടെങ്കിൽ തിരിച്ചറിയ, യുദ്ധവീരനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ. നോക്ക്, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 1:9 പറയുന്നു, അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷേ ജയിക്കുകയില്ല, കാരണം യുദ്ധവീരനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്തിനും ഏതിനും വഴക്കുണ്ടാക്കുന്ന, എന്തിനും ഏതിനും പ്രശ്നമുണ്ടാക്കുന്ന, നിന്റെ ജോലി സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കുന്ന, കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ടാക്കുന്ന, നിന്റെ ദേശത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന, നിന്നെ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവർ യുദ്ധം ചെയ്യുമെന്നേ, അവർ ചെയ്തോട്ടെ. ആമേൻ. മറ്റൊരു തിരിച്ചറിയുവാൻ കഴിയാത്തൊരു കാര്യം, ആമേൻ, അവരെ ജയിക്കുവാൻ യുദ്ധവീരനായ ദൈവം കൂടെയുണ്ട്. സ്തോത്രം. 2 പേർ, ഈ വലിയ കൂട്ടം ഇതെല്ലാം കണ്ട് ചങ്കത്തടിച്ചുകൊണ്ട്, അയ്യോ കർത്താവേ നീ പറ്റിച്ചല്ലോ, ഇതിലും ഭേദം മിസ്രയീമിൽ കിടന്ന് ഞങ്ങൾ ചാവുമായിരുന്നു എന്ന് നിലവിളിക്കുമ്പോൾ 2 പേര് പറയുക, യോശുവയും കാലേബും, ദൈവം നമ്മിൽ പ്രസാദിക്കുമെങ്കിൽ ഈ വാഗ്ദത്തം ഞങ്ങളുടേതായിരിക്കും, ഈ ദേശം ഞങ്ങളുടേതായിരിക്കും. ഇന്ന് പകലും വിളിച്ചു പറയട്ടെ,
ദൈവം പ്രസാദിക്കുമെങ്കിൽ ഈ ദേശം ദൈവത്തിൻ്റെ നാമത്തിൽ അറിയപ്പെടും. ഈ ദേശം ഒരു ജാതീയ ദേവന്റെ നാമത്തിലും അറിയപ്പെടത്തില്ല. ആവർത്തിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉപവാസ പ്രാർത്ഥന 19ാമത്തെ ദിവസം വിളിച്ചു പറയട്ടെ, ദൈവം നിന്നിൽ പ്രസാദിക്കുമെങ്കിൽ, സഭയെ ദൈവം നിന്നിൽ പ്രസാദിക്കുമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവം നിന്നിൽ പ്രസാദിക്കുമെങ്കിൽ യേശുവിൻ നാമത്തിൽ ഈ ദേശം, നീ കാൽച്ചവിട്ട് നിൽക്കുന്ന ദേശം, നീ ജനിച്ചു വളർന്ന ദേശം, നീ വന്നു കയറിയ ദേശം, ആ ദേശം എന്റെ ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടും. ഈ ദേശത്തെ എന്റെ ദൈവം നിനക്ക് അവകാശമാക്കി തരും. ആമേൻ. ബലവാന്മാരെ കണ്ട് നീ ഭയപ്പെടേണ്ട. ആ സ്ഥാപനത്തിൽ സഹോദര, അവിടെയുള്ള ബലവാന്മാരെ കണ്ട്, അവിടെയുള്ള ശക്തന്മാരെ കണ്ട് നീ ഭയപ്പെടേണ്ട. എന്തിനും ഏതിനും അടി ഉണ്ടാക്കുന്നവരെ കണ്ട് നീ ഭയപ്പെടേണ്ട. നിന്റെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവരെ കുറിച്ച് ഭയപ്പെടേണ്ട. നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നവരെ കുറിച്ച് ഭയപ്പെടേണ്ട. നിന്നെ കുറിച്ച് അപവാദം പറയുന്നവരെ കുറിച്ച് ഭയപ്പെടേണ്ട. നിന്നെ അപമാനിക്കുന്നവരെ കുറിച്ച്, നിന്ദിക്കുന്നവരെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട. കേൾക്ക്, ദേശം എന്റെ ദൈവം നിനക്ക് അവകാശമാക്കി തരും. നിന്റെ കുടുംബത്തെ എന്റെ ദൈവം നിനക്ക് അവകാശമാക്കി തരും. ആ തൊഴിലിനെ എന്റെ ദൈവം നിനക്ക് അവകാശമാക്കി തരും. ആ നന്മകളെ യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. തിരിച്ചറിയുന്നവർ ഒരുമിച്ച് ആ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഓ ആരാധനെ ഷന്ധാരകന വചനം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഈ സ്തോത്രം പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്റെ ദൈവം എന്നിൽ പ്രസാദിച്ച്, എന്റെ ദൈവം എന്റെ ആരാധനയിൽ പ്രസാദിച്ച്, എന്റെ ദൈവം ഉപവാസ പ്രാർത്ഥനയിൽ പ്രസാദിച്ച്, യേശുവിൻ നാമത്തിൽ എന്റെ വാഗ്ദത്തം എനിക്ക് തരും. എന്റെ തലമുറകളെ എനിക്ക് തരും. എന്റെ ഭാവി എനിക്ക് തരും. എനിക്ക് നല്ല ജോലി തരും. എനിക്ക് നല്ല കുടുംബം തരും. എനിക്ക് നല്ല മക്കളെ തരും. ഓ യാസ്, എനിക്ക് നല്ല സഭ തരും. എനിക്ക് നല്ല ശുശ്രൂഷ തരും. എനിക്ക് ആത്മാക്കളെ തരും. യാസ്, യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. യാസ് രാധാരാശക. വിശ്വസിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിച്ചാട്ടെ. വിളിച്ചു പറ, യേശുവേ, യേശുവേ, ഈ ജനുവരി മാസം നീ എന്നെ പ്രസാദിച്ച് എനിക്ക് എന്റെ കുടുംബത്തെ തരും. ആമേൻ. അവരെ ഞാൻ നേടും. ഒരു നിമിഷം എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നാട്ടെ. ആ നല്ല കർത്താവിന് വിശ്വാസത്തോടെ പാടി പ്രസാദിപ്പിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആരും മൗനമായിരിക്കരുത്. ആമേൻ. ഓ സ്തോത്രം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ഇന്ന് നിന്നിൽ പ്രസാദിക്കുവാൻ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം ഈ പകലിൽ നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന 19ാമത്തെ ദിവസം. താങ്ക് യു ലോർഡ്. കരങ്ങളെ തട്ടി ആ നല്ല കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഓ നിന്റെ വിശ്വാസം, നിന്റെ പ്രത്യാശ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.